നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വാർത്തയിലേക്ക് വിശദമായി. ശബരിമല ദർശനത്തിനെത്തിയ 2 യുവതികളെ നീലിമലയിൽ തടഞ്ഞിരിക്കുകയാണ്. കണ്ണൂർ സ്വദേശിയായ രേഷ്മ, ഷാനില എന്നിവരെയാണ് പ്രതിഷേധക്കാർ തടഞ്ഞത്. 5 പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സ്ഥിതിയുമുണ്ടായി. ഇപ്പോൾ പ്രതിഷേധക്കാർ ആരുമില്ലെങ്കിലും യുവതികൾക്ക് സുരക്ഷ നൽകാനാകില്ലെന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. പിന്തിരിയില്ലെന്ന നിലപാടിൽ തന്നെ യുവതികൾ തുടരുകയും ചെയ്യുന്നു. അതായത് ഇവിടെ RSSകാര് പറയുന്നതാണ് ഇവിടെ നിയമം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, അത് ഭരിക്കുന്ന ഞങ്ങൾ വളരെ വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട്. അത് പറയട്ടെ, അതായത് ഇവിടെ കോടതി വിധിക്കാണോ RSSകാർക്കാണോ ഇവിടെ കൂടുതൽ അധികാരം എന്ന് അവർ പറയട്ടെ. അതെ KSRTCയിൽ തന്നെയാണ് വന്നത്, ഒരു പോലീസിനെ അറിയിച്ചിട്ട് തന്നെയാണ് വന്നത്. സുരക്ഷ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവിടെ നിർത്തിക്കുന്നവരെയാണ് സുരക്ഷയെങ്കിൽ ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. ഒരു 10 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ പിടിച്ചു മാറ്റാൻ പറ്റാതെ ഞങ്ങളെ ഒരു ലോക്ക് ചെയ്യുക ചെയ്ത്. അതിന്റെ ആവശ്യം എന്താ? അവരെ പിടിച്ചു മാറ്റല്ലേ വേണ്ടത്. ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പോലീസ് ഞങ്ങൾ അന്യായമായി ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞങ്ങളുടെ ന്യായത്തിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് അതുകൂടി അവർ പറഞ്ഞു തരട്ടെ. ഭക്തർക്ക് ഒരു പ്രശ്നമില്ല. ഇവിടെ RSSകാരാണ് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. എനിക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് മാല അഴിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആചാരം സംരക്ഷിക്കുന്ന ആൾക്കാർ മാല അഴിക്കേണ്ട ആചാരം എന്താണ് എന്നുള്ളത് എനിക്കൊന്ന് വ്യക്തമാക്കി തരണം. അവർ പറയുന്ന ആചാരത്തിന് ഞാൻ തയ്യാറാണ്. വിശ്വാസം ഇവർ അളക്കുന്ന ബാരോമീറ്റർ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഞാൻ വിചാരിക്കുന്നില്ല. വിശ്വാസികളെ തടയില്ല എന്ന് പറഞ്ഞിട്ട് പ്രവർത്തകരെ ഇറക്കിയിട്ട് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് കലാപത്തിന് മുതൽക്കൂട്ടാവുമെന്നല്ല. പക്ഷെ ഞങ്ങളുടെ ദൈവത്തിനെ കണ്ടിട്ടേ മടങ്ങാൻ ഞങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ. അതാരെന്ത് പറഞ്ഞാലും ഈ കൊല്ലാനാണ് അവരുടെ തീരുമാനം. നീലിമലയിൽ നിന്ന് MS അനീഷ് കുമാറും സന്നിധാനത്ത് നിന്ന് കിരൺ ബാബുവും ചേരുകയാണ്. ആദ്യം അനീഷിലേക്ക്. അനീഷ്, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണോ? ദിവ്യ, 2 വശത്തായി, ഒരു വശത്ത് ശബരിമല ദർശനത്തിനെത്തിയ 2 യുവതികളും അവരോടൊപ്പം എത്തിയ 2 പേരും ഒരു വശം നിൽക്കുന്നു, മറുവശത്ത് പ്രതിഷേധക്കാർ നിൽക്കുന്നു. നേരത്തെ പ്രതിഷേധക്കാർ ഇവരുമായി ഒരു ബാരിക്കേഡിന്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ വ്യത്യാസം നീങ്ങിയിരിക്കുന്നു. ഇവിടെ നിന്നും ഏതാണ്ട് 100 മീറ്റർ അപ്പുറത്താണുള്ളത്. നിലവിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അവരെ ഇവിടെ നിന്നും താഴേക്ക് കൊണ്ടുപോകും, പമ്പയിലേക്ക് കൊണ്ടുപോകും എന്ന തന്നെയാണ്. അതായത് ശബരിമല ദർശനം ഇനി അനുവദിക്കാൻ ആവില്ലെന്ന നിലപാടിലേക്ക് തന്നെ പോലീസ് കൃത്യമായി എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഒന്നുകിൽ അവർ സ്വമേധയാ പിന്മാറുക, അല്ലെങ്കിൽ ഇവരുമായി താഴേക്ക് കൊണ്ടുപോകുക എന്ന നിലപാടിലേക്ക്, ഇവരെ സ്ഥലത്ത് നിന്നും നീക്കം ചെയ്യുന്നു എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസിന്റെ നടപടികളിൽ വ്യക്തമാവുന്നത്. നമുക്കിതിന്റെ സൂചനകൾ തന്നെയാണ് ലഭിക്കുകയും ചെയ്യുന്നത്. ബോഡി പ്രൊട്ടക്ടർക്ക് അടക്കം അണിഞ്ഞ് വനിതാ പോലീസുകാർ ഇത്തരത്തിൽ ഇക്കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കാര്യങ്ങളും നമുക്കിവിടെ ദൃശ്യമാവുന്നുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് പോക്ക് അതീവ ദുഷ്കരമായ ഒരു കൃത്യമായി മാറിയിരിക്കുന്നു എന്ന് പോലീസ് അവസാന വട്ടമായി ഈ യുവതികളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മുൻവശത്ത് മുന്നോട്ട് പോകും തോറും വിവിധ ഇടങ്ങളിൽ പ്രതിഷേധക്കാർ സംഘടിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോക്ക് ദുഷ്കരമായ സാഹചര്യത്തിൽ തിരിച്ചറിഞ്ഞുക എന്നത് മാത്രമാണ് ഇവരുടെ മുന്നിലുള്ള ഒരു പോംവഴിയെന്നും നമുക്ക് മനസ്സിലാവുന്നു. അല്പസമയത്തിനകം ഇത്തരത്തിലെ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അവരുമായി താഴേക്ക് ഇറങ്ങും എന്നതിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിയാണ്. അതായത് അനീഷ്, ഒരിക്കൽ അവിടെ യുവതീ പ്രവേശനം സാധ്യമായതാണ്. ബിന്ദുവും കനകദുർഗയും ചെന്ന് ദർശനം നടത്തി കഴിഞ്ഞിരിക്കുന്നു നേരത്തെ തന്നെ. പക്ഷേ ഇപ്പോഴും യുവതികൾ പ്രവേശിക്കുന്നതിനെതിരെ പഴയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അതേ രീതിയിൽ തന്നെ തുടരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും 2 തരത്തിൽ വേണം ഈ കാര്യങ്ങളെ വിലയിരുത്താൻ. ഒന്ന്, ആദ്യഘട്ടത്തിൽ ഈ പല ആളുകളെയും പോലീസ് പിന്തുണയോടുകൂടി തന്നെ സുരക്ഷ നൽകി സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ആ ശ്രമങ്ങളൊക്കെ പൂർണ്ണമായും പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം അതീവ രഹസ്യമായാണ് ബിന്ദുവും കനകദുർഗയും അയ്യപ്പ ദർശനം കഴിഞ്ഞ് മടങ്ങിയത്. എന്നാൽ ഈ പ്രത്യേകിച്ചും രേഷ്മയുടെ കാര്യം ഇതിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. കാരണം ഈ ശബരിമലയിലേക്കുള്ള സ്ത്രീ പ്രവേശനത്തിന്റെ യുവതി പ്രവേശനത്തിന്റെ വിധി എത്തിയ ശേഷം ഏറ്റവും ആദ്യം മാലയിട്ട് നോമ്പെടുത്ത് ശബരിമലയ്ക്ക് പോകാൻ തയ്യാറെടുത്ത സ്ത്രീകളിൽ ഒരാളാണ്, യുവതികളിൽ ഒരാളാണ് രേഷ്മ. അതുകൊണ്ട് തന്നെ ആദ്യ ഘട്ടം മുതൽ രേഷ്മയ്ക്കെതിരായി ഇത്തരത്തിലുള്ള ഭീഷണികളും
ആക്രമണങ്ങളും അടക്കമുള്ളവ വന്നിരുന്നു. ഏത് നിമിഷവും രേഷ്മ സന്നിധാനത്തേക്ക് എത്തും എന്നുള്ള ഒരു കണക്കുകൂട്ടലും പ്രതിഷേധക്കാർക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇതുവരെ എത്തിയവർ പലരും ആക്ടിവിസ്റ്റുകളാണ്, ഭീകരവാദി സംഘടനകളുമായി ബന്ധമുള്ളവരാണ് എന്ന കാര്യങ്ങളാണ് പല കേന്ദ്രങ്ങളും പറഞ്ഞിരുന്നത്. എന്നാൽ ഇവരുടെ കാര്യത്തിൽ അത്തരത്തിലൊരു പ്രചരണം കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഇവർ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു തങ്ങൾ അയ്യപ്പ ഭക്തരാണ് എന്ന്. 100 ദിവസമായി നോമ്പ് നോറ്റ് കൃത്യമായ ഇഷ്ടങ്ങളോടുകൂടി തന്നെ നോമ്പെടുത്ത് മുന്നോട്ട് വന്നിരുന്ന ആളുകളാണ് എന്നും ഇവർ പറയുന്നു. അതുകൊണ്ട് ആക്ടിവിസ്റ്റുകൾ എന്ന ലഘു നിർവചനത്തിൽ ഇവരെ എടുക്കാൻ കഴിയില്ല. ഇവർ ശബരിമല ദർശനം നടത്തി വരികയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ മുഴുവൻ നിർവചനങ്ങളുടെ പരിധിക്കുള്ളിലും ഉൾപ്പെടുന്ന ഒരു വിശ്വാസിയായ സ്ത്രീയായി ഒരുപക്ഷെ ഇവരെ പരിഗണിക്കേണ്ടി വരും. അത് പ്രതിഷേധക്കാർക്ക് വലിയ ഒരു പോരായ്മയായി പിന്നീട് തോന്നാൻ സാധ്യതയുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് എന്ത് വില കൊടുത്തും ഇവരെ താഴേക്ക് ഇറക്കണം, ഇവരുടെ സന്ദർശനം മുടക്കണം എന്ന ഒരു നിലപാടിലേക്ക് പ്രതിഷേധക്കാർ എത്തിയിരിക്കുന്നത്. കൂടുതൽ പോലീസ് സന്നാഹം, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം ഇപ്പോൾ നീലിമലയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരൊക്കെയും നേരത്തെ തന്നെ ഇവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരമൊരു സന്ദേശം തന്നെ നൽകിയിരുന്നു. ഒറ്റപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ 1-2 ആളുകൾക്ക് സുരക്ഷ നൽകി സന്നിധാനത്തേക്ക് കൊണ്ടുപോയി ദർശനം നടത്തിയ ശേഷം മടങ്ങാൻ കഴിയില്ല എന്ന സന്ദേശം തന്നെ നൽകിയിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകളോട് യുവതികൾ വഴങ്ങാത്ത സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും പോലീസ് സന്നാഹം വർദ്ധിക്കുകയും അടുത്ത എന്ത് നടപടിക്രമങ്ങൾ ചെയ്യണമെന്ന കൂടിയാലോചനകൾ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് അല്പസമയം കൂടി ഇടവേള കൂടി ഇവർക്ക് നൽകും. ഇതിനുശേഷവും പിന്മാറാൻ തയ്യാറായില്ലെങ്കിൽ പമ്പയിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു പോകും എന്ന് തന്നെയാണ്. ഒരു തരത്തിലും ഇവർക്ക് മുകളിലേക്ക് പോകാൻ കഴിയില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി അനീഷ്, ദയവായി തുടരുക. സന്നിധാനത്ത് നിന്ന് കിരൺ ബാബു കൂടി ചേരുകയാണ്. കിരൺ, ഇപ്പോൾ നീലിമലയിലാണ് ഈ 2 യുവതികളെ തടഞ്ഞിരിക്കുന്നത്. അവിടെയാണ് പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്നത്. സന്നിധാനത്ത് എന്താണ് സ്ഥിതി? എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? ഭക്തരുടെ ദർശനം സാധാരണ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണോ? ദിവ്യ, സന്നിധാനത്ത് ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളില്ല. സന്നിധാനം സുഗമമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഭക്തർ വരുന്നുണ്ട്, ദർശനം നടത്തുന്നുണ്ട്, സന്നിധാനത്തെ മറ്റ് ചടങ്ങുകളെല്ലാം നടക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു ജാഗ്രത ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളോ സന്നിധാനത്തില്ല. സന്നിധാനം സാധാരണ നിലയിൽ തന്നെയാണ് പോകുന്നത്. നേരത്തെ അല്പസമയം മുമ്പ് പ്രതിഷേധക്കാരുടെ ചിലർ നടപ്പന്തലിന്റെ ചില ഭാഗങ്ങളിലായി തമ്പടിക്കുന്നു. എന്നാൽ അവരും ഇപ്പോൾ അതും വളരെ കുറച്ച് എണ്ണത്തിൽ കുറഞ്ഞ ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ചില ഭാഗങ്ങളായി നിൽക്കുന്നുണ്ടായിരുന്നു. അവരടക്കം ഇപ്പോൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും പുറത്തേക്ക് കാണത്തക്ക രീതിയിലേക്ക് ഏതെങ്കിലും പ്രതിഷേധക്കാർ ഇവിടെ എവിടെയുമില്ല. എന്നാൽ സ്വാഭാവികമായും ഇവിടെ പ്രതിഷേധക്കാരുടെ സാന്നിധ്യമുണ്ട്. അവരുടെ സാന്നിധ്യം ഈ സന്നിധാനത്തുണ്ട്. അത് പോലീസും പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ എണ്ണം വളരെ കുറവാണെന്നാണ് പോലീസിന്റെയും വിലയിരുത്തൽ. എങ്കിലും ഇപ്പോഴും പ്രതിഷേധക്കാരുടെ സാന്നിധ്യമുണ്ട്. സന്നിധാനത്തേക്ക് നിലവിൽ ഇവരുമായി എത്താനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ശരി കിരൺ, ഇവർ എത്തിച്ചേരാൻ സാധ്യത കണക്കിലെടുത്ത് അവിടെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ഇവരിപ്പോൾ എത്തിച്ചേരാനുള്ള സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് കൂടുതൽ സൗകര്യങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. നേരത്തെ തന്നെ മകരവിളക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ ആവശ്യത്തിൽ പോലീസ് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനമെല്ലാം ഇവിടെ സന്നിധാനത്ത് സജ്ജമാണ്. മഹാഭൂരിപക്ഷം പോലീസുകാരും മടങ്ങിപ്പോയിട്ടില്ല. നല്ലൊരു ശതമാനം പോലീസുകാരോടും വീണ്ടും 20-ാം തീയതി വരെ അവരുടെ ഡ്യൂട്ടി ശബരിമലയിൽ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പോലീസിന്റെ എണ്ണത്തിൽ അങ്ങനെ ഒരു കുറവില്ല. അതിനുള്ള സംവിധാനങ്ങൾ പോലീസിന് നിലവിലുണ്ട്. എന്നാൽ സന്നിധാനത്തേക്ക് ഇവർ വരാനുള്ള സാധ്യത കുറവാണെന്നുള്ള വിവരമാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ചത്. ശരി, കിരൺ ബാബുവാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമല ദർശനത്തിനെത്തിയ 2 യുവതികളെയാണ് നീലിമലയിൽ തടഞ്ഞിരിക്കുന്നത്. കണ്ണൂർ സ്വദേശികളായ രേഷ്മ, ഷാനില എന്നിവരെയാണ് തടഞ്ഞത്. ഇന്നലെ പമ്പയിലെത്തിയ ഇവർ ഇന്ന് പുലർച്ചെ 4:30യോടെയാണ് നീലിമലയിൽ എത്തിച്ചേർന്നത്. പക്ഷേ പ്രതിഷേധങ്ങളെ തുടർന്ന് ഇവർ ഇപ്പോൾ നീലിമലയിൽ തന്നെ തുടരുകയാണ്. മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല, ദർശനം നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിഷേധക്കാർ. പക്ഷേ തങ്ങൾക്ക് സുരക്ഷ നൽകാമെന്ന് ആദ്യം പറഞ്ഞിരുന്നു പോലീസ്. പക്ഷേ ഇപ്പോൾ പോലീസ് അതിൽ നിന്ന് പിന്മാറുകയാണ്. മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാട് പോലീസ് എടുത്തിരിക്കുന്നു. തങ്ങൾ 100 ദിവസമായി വ്രതമനുഷ്ഠിച്ച് ശബരിമലയിലെത്തി ദർശനം നടത്താൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷേ നേരത്തെ പല പ്രതിഷേധങ്ങളെ തുടർന്ന് ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. മുന്നോട്ട് പോകാതെ, ദർശനം നടത്താതെ തിരിച്ചു പോകില്ല എന്ന നിലപാടിൽ തന്നെയാണ് രേഷ്മയും ഷാനിലയും ഉറച്ചു നിൽക്കുന്നത്. പ്രതിഷേധങ്ങളെ തുടർന്ന് നേരത്തെ 5 പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയും ഉണ്ടായി.
മല കയറാൻ യുവതികൾക്ക് സുരക്ഷ നൽകാനാവില്ല എന്ന നിലപാടാണ് പോലീസ് ഇതിനോടകം എടുത്തിരിക്കുന്നത്. എന്ത് പ്രതിഷേധമുണ്ടായാലും മുന്നോട്ടു പോകുമെന്ന് യുവതികളും പറയുന്നുണ്ട്. ആദ്യം വിരലിലെണ്ണാവുന്ന പ്രതിഷേധക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് സുരക്ഷ നൽകിയിരുന്നെങ്കിൽ തങ്ങൾക്ക് സന്നിധാനത്ത് എത്തിച്ചേരാൻ കഴിയുമായിരുന്നു. പക്ഷേ പോലീസ് അതിന് മുതിർന്നില്ല എന്നാണ് നേരത്തെ ന്യൂസ് 18നോട് യുവതികൾ പ്രതികരിച്ചത്. ഇപ്പോഴും നിരവധി പേർ നീലിമലയിൽ പ്രതിഷേധവുമായി തമ്പടിച്ചിരിക്കുകയാണ്. സന്നിധാനത്ത് നിന്ന് ഒരിക്കൽ കൂടി കിരൺ ബാബുവിലേക്ക്. കിരൺ, മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് എത്രത്തോളമുണ്ട്? ഇവിടെ നീലിമലയിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് സമമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സന്നിധാനത്തുണ്ടോ? ദിവ്യ, സന്നിധാനത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മാറ്റവും സന്നിധാനത്ത് എവിടെയും ഉണ്ടായിട്ടില്ല. ഭക്തർ സന്നിധാനത്ത് എത്തുന്നുണ്ട്. പക്ഷെ ഭക്തരുടെ എണ്ണത്തിൽ കുറവാണ്. അത് മകരജ്യോതി ദിവസം കഴിഞ്ഞതിന് ശേഷം തന്നെ ഭക്തരുടെ എണ്ണത്തിൽ ഇന്നലെയും വലിയ കുറവുണ്ടായിരുന്നു. ഇന്നും ഭക്തരുടെ എണ്ണത്തിൽ, ഇതുവരെയുള്ള ഭക്തരുടെ എണ്ണത്തിലും കുറവാണ്. അങ്ങനെ കാര്യമായ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല. സന്നിധാനത്ത് എന്നാൽ എത്തുന്ന ഭക്തർ സുഗമമായി തന്നെ ദർശനം നടത്തുകയും അതിനെ തുടർന്നുള്ള അവരുടെ പൂജകളെല്ലാം നടത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു തടസ്സവും സന്നിധാനത്ത് നേരിട്ടിട്ടില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് ചില ജാഗ്രത പാലിക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ പ്രത്യക്ഷമായ ഒരു മാറ്റവും സന്നിധാനത്ത് എവിടെയും കാണാനില്ല. പക്ഷെ പോലീസ് കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. കുറച്ച് പ്രതിഷേധക്കാർ ഈ വലിയ നടപ്പന്തലിന് അല്പം മാറി ഏതാനും പ്രതിഷേധക്കാർ അവിടെ ഒന്ന് നേരത്തെ തമ്പടിച്ചിരുന്നു. അവർ തന്നെ കൂട്ടമായിട്ടല്ല, അവർ അവിടുത്തെ ചില പ്രത്യേക ഭാഗങ്ങളിലായി അവർ നിൽക്കുന്നുണ്ടായിരുന്നു. പോലീസിന്റെ സാന്നിധ്യം അവിടെ വന്നതോടുകൂടി അവരും അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പുറമേക്ക് കാണാവുന്ന തരത്തിൽ ആരും പ്രതിഷേധക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാറ്റങ്ങളോ സന്നിധാനത്തില്ല. എല്ലാം സുഗമമായി തന്നെയാണ് സന്നിധാനത്ത് നടക്കുന്നത്. എന്നാൽ സന്നിധാനത്ത് പ്രതിഷേധക്കാരുടെ സാന്നിധ്യമുണ്ട്. അത് പോലീസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മുൻ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രതിഷേധക്കാരുടെ വലിയ കുറവുണ്ടെന്നും പോലീസ് തന്നെ പറയുന്നു. സാധാരണഗതിയിൽ പ്രതിഷേധം നടത്തുന്നവർ വൈകുന്നേരം ഹരിവരാസത്തിന് തൊട്ടു മുമ്പായി ഒരു നാമജപം നടത്താറുണ്ട്. ആ നാമജപ പ്രതിഷേധത്തിൽ ഇവർ തുടങ്ങി വെക്കുകയും മറ്റ് അയ്യപ്പ ഭക്തന്മാർ അതാത് ദിവസങ്ങളിൽ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർ ഇതിനൊപ്പം ചേരുകയുമാണ് സ്വാഭാവികമായും ഉണ്ടാവുന്നത്. എന്നാൽ ഇന്നലെ ഇത്തരം ഒരു നാമജപത്തിൽ 100-ൽ താഴെ ആളുകൾ മാത്രമാണ് ആകെ ഉണ്ടായിരുന്നത്. ഇന്നലത്തെ എത്തിയ അയ്യപ്പ ഭക്തന്മാരടക്കമുള്ളവരുടെ കണക്കാണ് 100-ൽ താഴെ എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ തമ്പടിച്ചിരുന്ന വലിയൊരു വിഭാഗം പ്രതിഷേധക്കാർ മടങ്ങിപ്പോയി എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. എങ്കിലും ഇവിടെ പ്രതിഷേധക്കാർ ഇപ്പോഴുമുണ്ട്. പല കടകളിലും ജീവനക്കാരായ അടക്കം പ്രതിഷേധക്കാർ ഇവിടെ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അവരെല്ലാം ഇവിടത്തേക്ക് യുവതികൾ കടന്നു വരികയാണെങ്കിൽ അവരെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടാനും പ്രതിഷേധം ഉയർത്താനുള്ള സാധ്യതയും പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ താഴെ ഇപ്പോഴുള്ള പ്രതിഷേധക്കാരും യുവതികൾ മുകളിലേക്ക് കയറിയാൽ അവരും കൂടി മുകളിലേക്ക് വരാനുള്ള സാധ്യതയും പോലീസ് കാണുന്നുണ്ട്. എന്നാൽ നിലവിൽ മുകളിലേക്ക് ഈ യുവതികളെ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ഇവിടെ നിന്ന് അനൗദ്യോഗികമായി. അതായത് കിരൺ, മകരവിളക്കിന് ശേഷം നടയടയ്ക്കുന്നതിന് മുൻപ് വീണ്ടും ഇത്തരത്തിൽ യുവതികൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടൽ പോലീസിനായാലും പ്രതിഷേധക്കാർക്കും ആയാലും ഉണ്ടായിരുന്നു എന്നാണ്. അതെ, പോലീസിനും പ്രതിഷേധക്കാർക്കും മാത്രം ഒരു കണക്കൂട്ടൽ ഉണ്ടായിരുന്നു. പോലീസ് അതുകൊണ്ട് തന്നെയാണ് സാധാരണ മകരവിളക്ക് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ പോലീസിന് വലിയൊരു വിഭാഗം, ഏകദേശം പകുതിയോളം പോലീസുകാരുടെ ഡ്യൂട്ടി സന്നിധാനത്ത് നിന്ന് ഒഴിവാക്കുന്നതാണ്. അത്തരം വലിയ മകരവിളക്കിന് പ്രത്യേക സുരക്ഷ കൂടുതൽ പോലീസുകാരെ നിയോഗിക്കാറുണ്ട്. അങ്ങനെ നിയോഗിച്ച പോലീസുകാരിൽ മഹാഭൂരിപക്ഷം വരും ഇപ്പോഴും സന്നിധാനത്ത് തുടരുന്നുണ്ട്. ഇത് ഇത്തരം യുവതികൾ വന്നാൽ ഉണ്ടാകുന്ന ആ സമരവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഇത്തരം ഒരു സംവിധാനം പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടാവാനോ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉണ്ടായാലോ അത് നിയന്ത്രിക്കാൻ ആവശ്യമായ പോലീസ് സംവിധാനം ഇവിടെ സന്നിധാനത്തുണ്ട് എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ ജാഗ്രത പാലിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും നടപടികളിലേക്ക് പോലീസും കടന്നു. അതായത് കിരൺ, നേരത്തെ യുവതി ദർശനം സാധ്യമായിട്ടും ഇപ്പോഴും മറ്റ് യുവതികൾ ദർശനത്തിന് ശ്രമിക്കുമ്പോഴായാലും നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിഗതികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ വലിയ മാറ്റങ്ങൾ ഇപ്പോഴും അവിടെ സന്നിധാനത്ത് വന്നിട്ടില്ല എന്നാണ് അല്ലേ? സന്നിധാനത്ത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റവും പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ല. ഇവിടെ മാറ്റം ഉണ്ടായെന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രത നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പോലീസ് എല്ലാ കൃത്യമായി ജാഗ്രത പാലിക്കുന്നുണ്ട്. എവിടെയെങ്കിലും പ്രതിഷേധക്കാർ കൂട്ടം കൂടുന്നുണ്ടോ എന്നുള്ള വിവരവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ വലിയ നടപ്പന്തലിന് തൊട്ടടുത്ത ഭാഗത്തായി ഏതാനും 10-ൽ താഴെയുള്ള പ്രതിഷേധക്കാർ
പല ഭാഗങ്ങളിലായി അവർ എത്തി നിന്നിരുന്നു. എന്നാൽ പോലീസിന്റെ സാന്നിധ്യം അവിടെ എത്തിയോടുകൂടി അവരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പിൻവാങ്ങി. പക്ഷെ അവർ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ അവരെല്ലാവരും ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പ്രതിഷേധക്കാരുടെ സാന്നിധ്യം ഈ സന്നിധാനത്തുണ്ട്. അത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രതിഷേധക്കാരുടെ എണ്ണം കുറഞ്ഞു എന്നത് മാത്രമാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന ഘടകം. പക്ഷെ ഇപ്പോൾ അനൗദ്യോഗികമായി അവർ നൽകുന്ന വിവരമനുസരിച്ച് ശബരിമല സന്നിധാനത്തേക്ക് എത്താനുള്ള യുവതികളിലെ കൊണ്ട് പോലീസ് എത്താനുള്ള സാധ്യത കുറവാണ് എന്നാണ് അവർ അനൗദ്യോഗികമായി പറയുന്നത്. പക്ഷെ അത്തരമൊരു സ്വീകരണമോ ഔദ്യോഗികമായ പ്രതികരണത്തിനോ ആരും തയ്യാറാണ്. ആർ കിരൺ ബാബുവാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ശബരിമല ദർശനത്തിനെത്തിയ 2 യുവതികളെയാണ് നീലിമലയിൽ തടഞ്ഞിരിക്കുന്നത്. കണ്ണൂർ സ്വദേശികളായ രേഷ്മ, ഷാനില എന്നിവരെയാണ് ദർശനത്തിനായി പോകുന്നതിനിടെ നീലിമലയിൽ വെച്ച് പ്രതിഷേധക്കാർ തടഞ്ഞത്. ഇന്നലെ പമ്പയിലെത്തിയ ഇവർ ഇന്ന് പുലർച്ചെ 4:30യോടെയാണ് നീലിമലയിൽ എത്തിച്ചേർന്നത്. പിന്മാറില്ല എന്ന നിലപാടിൽ തന്നെയാണ് യുവതികൾ. 6 പുരുഷന്മാരടക്കമുള്ള സംഘമാണ് ദർശനത്തിനായി ശ്രമിച്ചത്. 100 ദിവസത്തോളം വ്രതം നോറ്റ ശേഷമാണ് ദർശനത്തിനായി ഒരുങ്ങിയത്. അതുകൊണ്ട് പിന്മാറാൻ ഒരുക്കമല്ല എന്ന് രേഷ്മ ഉറപ്പിച്ചു പറയുന്നു. നീലിമലയിൽ നിന്ന് അനീഷിലേക്ക്. അനീഷ്, ഇപ്പോൾ സ്ഥിതിഗതികൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ? ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാട് പോലീസ് സ്വീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? അതിലെ ഒരു തരത്തിലും ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് പോലീസ് ഉറച്ചു നിൽക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ശബരിമല സന്നിധാനത്ത് നിരവധി ഭക്തർ ഉള്ള ഒരു സാഹചര്യമാണ്. ഒപ്പം മകരവിളക്ക് കഴിഞ്ഞ് നട അടയ്ക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പോലീസ് സുരക്ഷ നൽകി ഇത്തരത്തിൽ 2 യുവതികളെ സന്നിധാനത്തേക്ക് എത്തിച്ചാൽ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. ഒപ്പം സന്നിധാനത്ത് ഭക്തരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങൾ വരും. ഈ 2 കാര്യങ്ങളും പരിഗണിച്ച് തന്നെയാണ് ഇപ്പോൾ പോലീസ് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഇനി ഇവർ സ്വമേധയാ താഴേക്ക് മടങ്ങിപ്പോകുമോ അതോ അറസ്റ്റ് നീക്കുമോ എന്നീ കാര്യങ്ങൾ മാത്രമാണ് അറിയാനുള്ളത്. ഒരുപക്ഷെ അവരെ ബലം പ്രയോഗത്തിലൂടെ തന്നെ അല്ലെങ്കിൽ പോലീസ് നിർബന്ധിച്ചാണ് താഴേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നടത്തും എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്തരമൊരു നിലപാടിലേക്കാണ് എത്തിയത്. ഒന്നാമതെ പന്തളത്ത് നിന്ന് എത്തിച്ച തിരുവാഭരണം ചാർത്തുകയാണ്. ഇപ്പോൾ തിരുവാഭരണം ചാർത്തിയ സാഹചര്യമാണ്. നടയടയ്ക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയാണ്. ഭക്തർക്ക് ദർശനത്തിന് പോലും ഈ പരിമിതമായ സമയം മാത്രമാണ്. നേരത്തെ ഹൈക്കോടതി അടക്കം കേസ് പരിഗണിച്ചപ്പോൾ അല്ലെങ്കിൽ ഹൈക്കോടതി ഉപയോഗിച്ച മേൽനോട്ട സമിതിയുടെ റിപ്പോർട്ടിലടക്കം പരിമിതമായ ആളുകൾക്ക് സുരക്ഷ നൽകി സന്നിധാനത്ത് ദർശനത്തിന് ഈ സമയത്ത് കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ല എന്ന മേൽനോട്ട സമിതിയുടെ നിരീക്ഷണ സമിതിയുടെ റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളുടെയൊക്കെ ചോദ്യപിടിച്ചാണ് ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അസന്നിഗ്ധമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ഈ യുവതികളെ സന്നിധാനത്തേക്ക് കൊണ്ടുപോകേണ്ട എന്ന് തന്നെയാണ്. ഈ സന്ദേശം അല്ലെങ്കിൽ ഈ കാര്യം പലവട്ടം യുവതികളോട് ചേർന്ന് നിൽക്കുന്ന യുവാക്കളെയും പോലീസ് അറിയിച്ചിരുന്നു. എന്നാൽ അവർ ഈ കാര്യം അനുസരിക്കാൻ തയ്യാറില്ല. തങ്ങൾക്ക് മുന്നോട്ട് പോകണം. ഒരു കൂട്ടം ആളുകളുടെ എതിർപ്പ് മറികടന്ന് മാത്രം തങ്ങളുടെ ശബരിമല യാത്ര ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് അവർ വ്യക്തമാക്കി. നിരക്കിലേക്ക് വന്ന വഴിയിലും മറ്റും എല്ലാം പമ്പയിലുമൊക്കെ 100 കണക്കിന് ഭക്തരെ തങ്ങൾ കണ്ടിരുന്നു. എന്നാൽ അവർക്ക് ആർക്കും തങ്ങളോട് പ്രത്യേകിച്ച് വിരോധമോ പ്രതിഷേധമോ ഉണ്ടായില്ല. ഒരു കൂട്ടം പ്രതിഷേധക്കാർ എത്തിയപ്പോൾ മാത്രമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയർന്നതെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം പോലീസ് കൃത്യമായ ഒരു ഒത്തുകളി നടത്തുന്നു എന്നാണ് ഇപ്പോൾ അവരുടെ ആരോപണം. കാരണം ഈ പോലീസ് പ്രതിഷേധക്കാർ ഇല്ലാതിരുന്ന സമയത്തും അവരെ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് കൂടുതൽ പ്രതിഷേധക്കാർ എത്തുകയും ഇവരുടെ ദൗത്യം ദുഷ്കരമാവുകയും ചെയ്തത്. ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. ഒരു വശത്ത് പ്രതിഷേധക്കാർ നിൽക്കുന്നു, മറുവശത്ത് നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അനീഷ്, ഇതിൽ ഒരു പക്ഷേ രേഷ്മയുടെ വാക്കുകൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. തുടക്കത്തിൽ 10ഓളം പേർ മാത്രമാണ് പ്രതിഷേധിക്കാനായി വന്നത്. പക്ഷേ അവരെ പോലും അറസ്റ്റ് ചെയ്തെന്ന് മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് അനുമതി നൽകിയില്ല. പലതവണ യുവതികൾ ദർശനത്തിനെത്തിയപ്പോഴും നമ്മൾ കണ്ടതാണ്. കഴിയുന്നത്ര സുരക്ഷ ഒരുക്കാം എന്ന നിലപാടിലായിരുന്നു പോലീസ്. ബിന്ദുവിനെയും കനകദുർഗയായാലും രാത്രിയിൽ മഫ്തിയിലടക്കം വലിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടാണ് അവർ ദർശനത്തിന് സൗകര്യമൊരുക്കി നൽകിയത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് പോലീസ് ഇത്തരം നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന ചോദ്യമാണല്ലോ രേഷ്മ ഉയർത്തുന്നത്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യഘട്ടം മുതൽ, അതായത് രഹന ഫാത്തിമ എത്തിയ സമയം മുതൽ അല്ലെങ്കിൽ മറ്റ് കവിത എത്തിയ സാഹചര്യം മുതൽ പോലീസ് പലവട്ടം ഇത്തരത്തിൽ സുരക്ഷ നൽകി യുവതികളെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ നടപ്പന്തൽ വരെ മാത്രമാണ് ഏറ്റവും ദൂരം എത്താൻ പറ്റിയത്. നടപ്പന്തൽ വരെയാണ്. മറ്റു സമയങ്ങളിൽ അത് മരക്കൂട്ടം വരെ, ചന്ദ്രാനന്ദൻ റോഡ് വരെ അവർക്ക് യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നു. അതായത് പോലീസ് ഇത്രയധികം
ഗൗരവത്തിൽ കാര്യങ്ങളെടുത്ത് പ്രതിഷേധക്കാരെ ഭവനി മാറ്റി മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ഒരു അന്തിമ ഫലം ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല. വിശ്വാസികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ദർശനം നടത്താൻ കഴിയുന്നില്ല. എന്നാൽ ഈ പോലീസോ മറ്റ് മാധ്യമങ്ങളോ ജനങ്ങളോ ഒന്നും അറിയാതെ എത്തുന്ന പലർക്കും ദർശനം നടത്തി മടങ്ങുന്നതിനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് പരസ്യമായി അല്ലെങ്കിൽ ഇത്രയധികം ജനക്കൂട്ടമുള്ള സാഹചര്യത്തിൽ സുരക്ഷ നൽകിയാലും ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പോലീസിന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ 100% പരാജയപ്പെടുമെന്നും ഉറപ്പുള്ള ഈ ഒരു ദൗത്യം പോലീസ് ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്നു. ഒപ്പം മകരവിളക്ക് കാലമാണ്, ശബരിമലയിൽ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന കാലമാണ്. നട അടയ്ക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുകയും ചെയ്യുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ പുതിയൊരു തലവേദന എടുക്കാൻ ഉള്ള ഒരു സന്നദ്ധത പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. അതിനവർ തയ്യാറാവില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ്, ഇതിൽ ഈ 2 യുവതികളും മറ്റ് പുരുഷന്മാരും അടങ്ങുന്ന സംഘം ഇവർ നേരത്തെ തന്നെ ദർശനം നടത്താൻ സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ അറിയിച്ചത് സുരക്ഷ നൽകാമെന്നായിരുന്നു. അനീഷിലേക്ക് എത്താം. ശബരിമല ദർശനത്തിനെത്തിയ 2 യുവതികളെയാണ് നീലിമലയിൽ ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. കണ്ണൂർ സ്വദേശികളായ രേഷ്മ, ഷാനില എന്നിവരെയാണ് തടഞ്ഞത്. ഇതിൽ നേരത്തെ തന്നെ ദർശനം നടത്താൻ ഒരുങ്ങി ഇരിക്കുകയായിരുന്നു രേഷ്മ. പലതവണയായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്കടക്കം രേഷ്മ എത്തിച്ചേർന്നിരുന്നു. ദർശനത്തിനായി സാധാരണ വിശ്വാസികളെ പോലെ വ്രതം നോറ്റ് മാലയിട്ടുകൊണ്ടാണ് താൻ സന്നിധാനത്തേക്ക് പോവുക എന്നായിരുന്നു നേരത്തെ തന്നെ രേഷ്മ അറിയിച്ചത്. രേഷ്മയെയും ഷാനിലയും അടങ്ങുന്ന സംഘത്തെയാണ് ഇന്ന് പുലർച്ചെ ദർശനം നടത്താൻ പോകുന്നതിനിടെ നീലിമലയിൽ വെച്ച് പ്രതിഷേധക്കാർ തടഞ്ഞത്. ഇന്ന് പുലർച്ചെ 4:30യോടെയാണ് ഇവർ നീലിമലയിലെത്തിയത്. പക്ഷേ പ്രതിഷേധങ്ങളെ തുടർന്ന് മുന്നോട്ടു പോകാൻ അനുമതി നൽകാൻ കഴിയില്ല, സുരക്ഷ ഒരുക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ പോലീസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യം വിരലിലെണ്ണാവുന്ന പ്രതിഷേധക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ നിരവധി പേർ സ്ഥലത്ത് തമ്പടിച്ചിരിക്കുകയാണ്. ദർശനത്തിനെത്തിയത് വ്രതം നോറ്റുകൊണ്ടാണെന്നും പിന്മാറില്ല എന്നുമുള്ള നിലപാടിൽ യുവതികൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതായത് ഇവിടെ RSSകാർ പറയുന്നതാണ് ഇവിടെ നിയമം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, അത് ഭരിക്കുന്ന ഞങ്ങൾ വളരെ വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട്. അത് പറയട്ടെ, അതായത് ഇവിടെ കോടതി വിധിക്കാണോ RSSകാർക്കാണോ ഇവിടെ കൂടുതൽ അധികാരം എന്ന് അവർ പറയട്ടെ. അതെ, KSRTCയിൽ തന്നെയാണ് വന്നത്. പോലീസിനെ അറിയിച്ചിട്ട് തന്നെയാണ് വന്നത്. സുരക്ഷ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവിടെ നിർത്തിക്കുന്നവരെയാണ് സുരക്ഷയെങ്കിൽ ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. ഒരു 10 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ പിടിച്ചു മാറ്റാൻ പറ്റാണ്ട് ഞങ്ങളെ ഒരു ലോക്ക് ചെയ്യുക ചെയ്ത്. അതിന്റെ ആവശ്യം എന്താ? അവരെ പിടിച്ചു മാറ്റല്ലേ വേണ്ടത്. ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പോലീസ് ഞങ്ങൾ അന്യായമായി ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞങ്ങളുടെ ന്യായത്തിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് അതുകൂടി അവർ പറഞ്ഞു തരട്ടെ. ഭക്തർക്ക് ഒരു പ്രശ്നമില്ല. ഇവിടെ RSSകാരാണ് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. എനിക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് മാല അഴിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആചാരം സംരക്ഷിക്കുന്ന ആൾക്കാർ മാല അഴിക്കേണ്ട ആചാരം എന്താണ് എന്നുള്ളത് എനിക്കൊന്ന് വ്യക്തമാക്കി തരണം. അവർ പറയുന്ന ആചാരത്തിന് ഞാൻ തയ്യാറാണ്. വിശ്വാസം ഇവർ അളക്കുന്ന ബാരോമീറ്റർ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഞാൻ വിചാരിക്കുന്നില്ല. വിശ്വാസികളെ തടയില്ല എന്ന് പറഞ്ഞിട്ട് പ്രവർത്തകരെ ഇറക്കിയിട്ട് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് കലാപത്തിന് മുതൽക്കൂട്ടാവുമെന്നല്ല. പക്ഷെ ഞങ്ങളുടെ ദൈവത്തിനെ കണ്ടിട്ടേ മടങ്ങാൻ ഞങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ. അതാരെന്ത് പറഞ്ഞാലും ഈ കൊല്ലാനാണ് അവരുടെ തീരുമാനമെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ. വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടിയല്ലേ. ഇത്രയും പരിപാവനമായിട്ടുള്ള ഒരു സന്നിധിയിൽ, ഞങ്ങളുടെ ഈശ്വര സന്നിധിയിൽ ചോര വീഴ്ത്തിയിട്ടാണ് അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ിൽ നിന്ന് ഞങ്ങൾ സാധാരണ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടം വരെ വന്നത്. ഒരാളും സഹായിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്വന്തം നിലയ്ക്ക് ഇതേപോലെ കറുപ്പണിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. നിലയ്ക്കലിൽ നിന്ന് ഞങ്ങൾ ഇവരുടെ KSRTC ബസ്സിലാണ്, ഗവൺമെന്റ് KSRTC ബസ്സിലാണ് ഞങ്ങൾ വന്നത്. അവിടെ ഒന്നും ഞങ്ങൾ ആരും തടയുകയോ പ്രതിഷേധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതേപോലാണ് ഞങ്ങൾ വന്നത്. വെല്ലുവിളി ഒരിക്കലും പോലീസല്ല, ഞങ്ങളെ തടയുന്ന ആൾക്കാർ തന്നെയാണ് വെല്ലുവിളി. പക്ഷെ അവരെ മാറ്റിയിട്ട് ഞങ്ങളെ കയറ്റാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് ഞാൻ എൻ്റെ ഈശ്വരനിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്.
പോലീസിലോ അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളെ തടയുന്ന ആൾക്കാരിലോ അല്ലെങ്കിൽ സർക്കാരിലോ അതിലുപരി ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം ഈ 103 ദിവസത്തോളം ഒരു തടസ്സവും ഇല്ലാതെ എന്നെ വ്രതം തുടരാൻ വേണ്ടി സമ്മതിച്ച എൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മാലയിട്ട് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ കൊലവിളികളാണ്. കൊല്ലും, വെട്ടിക്കീറും, ചവിട്ടി കൊല്ലും എന്നൊക്കെ ഒരുപാട് അതൊക്കെ കേട്ടിട്ടുണ്ട്. അതിന്റെ 1001 പ്രതിഷേധം ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സാധാരണ ഭക്തരെ പോലെ തന്നെയാണ് അയ്യപ്പനിൽ വിശ്വസിച്ചുകൊണ്ട് വ്രതം നോറ്റുകൊണ്ട് തന്നെയാണ് തങ്ങൾ ദർശനത്തിന് ഒരുങ്ങിയത് എന്നാണ് രേഷ്മയുടെ വാക്കുകൾ. ഇതിൽ പ്രതിഷേധങ്ങളെ ഭയക്കുന്നില്ല, വെല്ലുവിളികളെ എല്ലാം മറികടന്ന് ദർശനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് രേഷ്മ. ഇതിൽ വിശ്വാസം അളക്കുന്ന അളവുകോൽ എന്താണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു മനസ്സിലാക്കണമെന്നും വ്രതം ആരംഭിച്ച തങ്ങൾ എങ്ങനെ ദർശനം നടത്താതെ മാല അഴിച്ചു വയ്ക്കുമെന്നതും പ്രതിഷേധക്കാർ വ്യക്തമാക്കണമെന്നും രേഷ്മ വളരെ വികാര നിർഭരമായി തന്നെ പ്രതികരിച്ചു. നിലയ്ക്കലിൽ നിന്ന് അനീഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. അനീഷ്, ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ ഒട്ടേറെ പേർ പ്രതിഷേധക്കാരുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇവരെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് 2 യുവതികളെയും സന്നിധാനത്തേക്ക് എത്തിക്കുക എന്നത് വളരെ ദുർഘടമായ ഒരു കാര്യം തന്നെയാണ്. അതിലേക്ക് എന്തായാലും പോലീസ് കടക്കില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു? ഈ 2 യുവതികളെയും പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചയക്കുക എന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഒരു ഭാഗത്തു നിന്നും പ്രതിഷേധക്കാർ കൂടുതൽ അടുത്തേക്ക്, അതായത് യുവതികളുള്ള സ്ഥലത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഏതാണ്ട് 100 മീറ്റർ അപ്പുറത്തായിരുന്നു ഈ പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചിരുന്നത്. എന്നാൽ അവർ കുറച്ചുകൂടി ഈ യുവതികളുടെ അടുത്തേക്ക് വിളികളുമായി അവർ വീണ്ടും അടുത്തേക്ക് വരുന്നു. നമുക്കറിയാം, മനുഷ്യ സംഘം അടക്കമുള്ള ആളുകൾ വന്നപ്പോൾ മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിനടുവിൽ ഇപ്പോൾ രാഹുൽ ഈശ്വർ ചേരുകയാണ്. രാഹുൽ, നേരത്തെ തന്നെ വ്രതമെടുത്ത് 100 ദിവസത്തെ വ്രതമെടുത്ത് ഒരുങ്ങിയിരിക്കുകയാണ് ദർശനത്തിന് എന്നാണ് രേഷ്മ പറഞ്ഞത്. ഇതിൽ വിശ്വാസം അളക്കുന്ന അളവുകോൽ എന്താണെന്ന് വ്യക്തമാക്കണം പ്രതിഷേധക്കാർ. 100 ദിവസമായി വ്രതം നോറ്റിരിക്കുകയാണ് താൻ. ഇനി ദർശനം നടത്താതെ എങ്ങനെ മാല അഴിച്ചു വയ്ക്കണം എന്നതുകൂടി വ്യക്തമാക്കണം. അത്രത്തോളം വികാര നിർഭരമായാണ് രേഷ്മയുടെ വാക്കുകൾ. ഇതിന് എന്താണ് മറുപടി രാഹുൽ? രേഷ്മയോട് ബഹുമാനമേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ മാളികപ്പുറങ്ങളായി വരുമ്പോൾ ഞങ്ങൾ നമസ്കരിക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്യേണ്ടവരാണ്. പക്ഷെ രേഷ്മ മനസ്സിലാക്കേണ്ട കാര്യം, ശബരിമലയിൽ നൈഷ്ഠിക ബ്രഹ്മചര്യ പ്രതിഷ്ഠയാണ് ഉള്ളത്. അതുകൊണ്ടാണ് യുവതികൾ മാറി നിൽക്കുന്നത്. 41 ദിവസത്തെ വ്രതത്തിന്റെ കാര്യമല്ല. ഇവരോട് ആരോട് വ്യക്തിപരമായ വിരോധമോ വിദ്വേഷമോ ഇല്ല, ബഹുമാനമാണുള്ളത്. പക്ഷെ ഈ നിലപാടിൽ നിന്ന് രേഷ്മ അടക്കമുള്ളവർ പിന്മാറണമെന്നാണ് താഴ്മയായി അഭ്യർത്ഥിക്കുന്നത്. ഇതൊരു കാര്യം കൂടെ തെളിയിക്കുന്നു. ശബരിമല ഇപ്പം പ്രതിഷേധമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന കേരള ഭരണകൂടത്തിന്റെ വാദഗതിയാണ് ഇവിടെ താഴ്ന്നു വീഴുന്നത്. മകരവിളക്ക് കഴിഞ്ഞിട്ടും അതിനുശേഷമുള്ള ആൾക്കാർ ഇറങ്ങിയിട്ട് പോലും ഇപ്പോഴും ശക്തമായി അവിടെ പ്രതിരോധത്തിന് വേണ്ടി, ആത്മീയ പ്രതിരോധത്തിന് വേണ്ടി ആൾക്കാരുണ്ട് എന്നുള്ളതിന് ഏറ്റവും വ്യക്തമായ തെളിവല്ലേ. ഇപ്പോഴും അവിടെ യുവതികൾ കയറുന്നതിന് സാധാരണ ഭക്തജനങ്ങൾക്ക് എതിരാണെന്നല്ലേ കാണുന്നത്. രേഷ്മ കണ്ണൂരിൽ നിന്നുള്ള കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രേഷ്മയോടുള്ള അഭ്യർത്ഥന, രേഷ്മ പിൻവാക്കണം. സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന ഒരു സാഹചര്യമാണ്. തീർച്ചയായും നമുക്ക് സുപ്രീം കോടതിയിലെ കേസ് തീരുന്നത് വരെ കാത്തിരിക്കാനുള്ള ഒരു കഴിവുണ്ടാകണം. ഞാൻ രേഷ്മയുടെ ഒരു കാര്യത്തിൽ രേഷ്മയ്ക്ക് നന്ദി പറയുന്നു. കാര്യം, കനകദുർഗയും ബിന്ദുവിനെയും പോലെ രാത്രിയിൽ അന്ത്യയാമങ്ങളിൽ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ് ഒളിച്ചു കടന്നില്ല. അല്ലെങ്കിൽ മഞ്ജുവിനെ പോലെ ദേശപ്രശ്നയോ ആത്മാറോട്ടോ നടത്തി വന്നില്ല. രേഷ്മ നേരിട്ട് തന്നെ വന്നതിൽ രേഷ്മയെ അഭിനന്ദിക്കുന്നു, അല്ലെങ്കിൽ അതിന് നന്ദി പറയുന്നു. അതോടൊപ്പം തിരിച്ചു പോകണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. അവിടെ സാധാരണ ഭക്തജനങ്ങൾ ഇപ്പോഴും ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും ഒരുക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവ് കൂടിയാണിത്. രാഹുൽ ഇപ്പോൾ പറഞ്ഞു സുപ്രീം കോടതി വിധി വരെ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. പഴയ രീതിയിൽ അതേ വിധി തുടരാൻ തന്നെയാണ് കോടതി വിധിയെങ്കിൽ നിങ്ങൾ നിലപാടിൽ മാറ്റം വരുത്തുമോ? അവിടെയാണ് നമ്മുടെ ഭരണഘടന നമുക്കൊരു അനുവാദം തരുന്നുണ്ട്. അങ്ങനെ സുപ്രീം കോടതി വിധി വന്നാൽ അതിനെ എതിർക്കാൻ. അങ്ങനെയാണ് ജല്ലിക്കെട്ടിന്റെ വിധിയെ മറികടന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വ്യക്തമായ നിലപാട് പറഞ്ഞല്ലോ. പ്രധാനമന്ത്രിയുടെ നിലപാട്, ശ്രീ രാഹുൽ ഗാന്ധിയുടെ നിലപാടുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ദൈവം ഒരുപക്ഷെ ഗോഡ് ഫോർബിഡ് അങ്ങനെ ആയില്ലാതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിയമനിർമ്മാണവും ഓർഡിനൻസും ഈ 2 പോസിബിലിറ്റിയും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ യുവതികളെ ഇപ്പോഴും പ്രതിരോധിക്കാൻ ഭക്തർ ശക്തമായി ഉണ്ട് എന്നുള്ളതിൽ ഏറ്റവും വ്യക്തമായ തെളിവല്ലേ ഇവിടെ കാണുന്നത്. രാഹുൽ, ഇതിൽ രേഷ്മ ആയാലും ഷാനില ആയാലും പറയുന്ന വാക്കുകൾ ഇതാണ്. തങ്ങൾ നിലയ്ക്കലിൽ നിന്ന് സാധാരണ ഭക്തരെ പോലെ KSRTC ബസ്സിലാണ് പമ്പ വരെ എത്തിച്ചേർന്നത്. അവിടെ നിന്ന് നീലിമല വരെ എത്തിച്ചേർന്നു. ആർക്കും പ്രതിഷേധമുണ്ടായിരുന്നില്ല. ഭക്തർക്ക് ഇതിൽ പ്രതിഷേധിക്കാനില്ല. മറ്റ് പല സംഘടനകളും ഇതിൽ ആസൂത്രണം ചെയ്ത് പ്രതിഷേധം മനഃപൂർവ്വം ഉന്നയിക്കുകയാണ് എന്നാണ് രേഷ്മ പറയുന്നത്. ഒരിക്കലും അല്ല, അങ്ങനെ കരുതരുത്. നിലയ്ക്കലിൽ നിന്ന് വരുന്നതിനൊന്നും ആർക്കും എതിർപ്പില്ല. നിലയ്ക്കലിൽ നിന്ന് വരുന്നതിന് എന്താ പ്രശ്നം? നിലയ്ക്കൽ അടക്കമുള്ളവർ പൊതുവഴികളുടെ ഭാഗം മാത്രമല്ലേ. ശബരിമലയിൽ പ്രശ്നം വരുന്നത് മേലിലോട്ട് കയറുമ്പോൾ മാത്രമല്ലേ. താഴെ നിൽക്കുന്നതിന് ആർക്കാ എതിർപ്പുണ്ടാവുക? അപ്പൊ യഥാർത്ഥത്തിൽ
ശബരിമലയിൽ യുവതി പ്രവേശനം ഇപ്പോഴും സാധ്യമല്ലെന്നും അതിന് ബുദ്ധിമുട്ടുണ്ടെന്നും പ്രായോഗികമായി ഭക്തർ അവരെ സ്വയം സംഘടിച്ച് പ്രതിരോധിക്കുമെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ ഈ ദൃഷ്ടാന്തത്തിലൂടെ വഴി വന്നിരിക്കുകയല്ലേ. അങ്ങനെ സംഘടിക്കാനാണെങ്കിൽ നേരത്തെ ആകാമായിരുന്നില്ലേ, നിലയ്ക്കലാകാമായിരുന്നില്ലേ, പമ്പയിലാകാമായിരുന്നില്ലേ? അവർ സാധാരണ വിശ്വാസികളെ പോലെ കറുപ്പെടുത്ത് ഇരുമുടിക്കെട്ട് അണിഞ്ഞുകൊണ്ടല്ലേ അവർ വരുന്നത് രാഹുൽ? നിലയ്ക്കലടക്കം പൊതുവഴികളല്ലേ? നിലയ്ക്കലൊക്കെ ഒരാളെ തടയേണ്ട എന്താ ആവശ്യമുള്ളത്? നിലയ്ക്കൽ യാതൊരു കാരണവശാലും ആരെയും തടയേണ്ട ആവശ്യമില്ല. പോലീസുകാരാണ് നിലയ്ക്കലടക്കം ഞങ്ങളെ അടക്കമുള്ള ഭക്തരെ തടയുന്നത്. ഒരു നിലയ്ക്കൽ തടയേണ്ട ഒരു ആവശ്യവുമില്ല. ശബരിമല കയറുമ്പോൾ ഉണ്ടാകുന്ന യഥാർത്ഥത്തിൽ അപ്പോഴാണ് ആൾക്കാർ തടയുന്നത്. ഇത് രാവിലെ ആയതുകൊണ്ടാണ് ഈ രീതിയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ രേഷ്മയ്ക്ക് നന്ദി പറയുന്നു. ധൈര്യത്തോടെ എന്താ പറയുക മുമ്പോട്ട് വന്നതിൽ ഈ സമയത്ത്. പക്ഷേ ഭക്തർക്ക് വിഷമമുണ്ട്, പ്രതിഷേധമുണ്ട്. ഭക്തർ ഇനിയാണെങ്കിലും പ്രതിരോധിക്കും എന്നുള്ളതിൽ ഏറ്റവും വ്യക്തമായ സൂചന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലില്ലാതെ, ഒരു സമുദായ സംഘടനയുടെ ഒരു സംഘടനയുടെ ലേബലില്ലാതെ അയ്യപ്പ ഭക്തർ അയ്യപ്പ ഭക്തിയുടെ അടിസ്ഥാനത്തിലും വിശ്വാസത്തിലും പ്രതിരോധിക്കും, പ്രതിഷേധിക്കും എന്നുള്ളതിന് തെളിവ് കൂടെയാണിത്. ഇത് മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞ വാദഗതികൾ തകർന്നു വീണതാണ്. ഇനിയും മഞ്ജു കയറിയതിനു ശേഷം അല്ലെങ്കിൽ കനകദുർഗയും ബിന്ദു കയറിയതിനു ശേഷം പ്രശ്നമില്ലാന്നും ശ്രീലങ്കൻ യുവതി കയറിയെന്ന് കള്ളം പറഞ്ഞതിന് ശേഷം പ്രശ്നമില്ലാന്നും ഒക്കെ പറയുന്നതിന് വിഭിന്നമായി ഭക്തരുടെ ഭാഗത്തു നിന്ന് പ്രതിരോധം ഉണ്ടാകും എന്ന് തെളിയിക്കാനും ഇനിയും വരാൻ പോകുന്ന 2-3 ദിവസങ്ങളിൽ ഈ പ്രതിരോധം തുടരുമെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ അല്ല എന്ന് പറഞ്ഞത് പലരും അവരുടെ വാദഗതികൾ തകർന്നു വീഴുകയാണ്. അതുകൊണ്ട് തീർച്ചയായും രേഷ്മ അടക്കമുള്ളവർ പിൻവാങ്ങണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. രാഹുൽ, ഒരിക്കൽ കോടതി വിധി നടപ്പിലായതാണ്. അവിടെ ബിന്ദുവും കനകദുർഗയും ദർശനം നടത്തി മടങ്ങിയതാണ്. ഇപ്പോഴും ഇതേ രീതിയിൽ തന്നെ യുവതികൾ ദർശനത്തിനായി ഒരുങ്ങുമ്പോൾ ഈ പ്രതിഷേധങ്ങൾക്ക് എന്തർത്ഥമാണുള്ളത് രാഹുൽ? ഒരു കാര്യമില്ല. കനകദുർഗയും ബിന്ദുവും കയറിയതിന് അവിടെ പരിഹാരക്രിയ നടന്നു. മഞ്ജു ഒളിച്ച് ആൾമാറാട്ടമാണ് നടത്തിയത്. അതിനാരും സ്ഥിരീകരണം തന്നില്ല. ഒന്നോ രണ്ടോ ആചാര ലംഘനം നടന്നു എന്ന് പറഞ്ഞൊരു ആചാരം വേണ്ടെന്ന് പറയാൻ കഴിയുമോ? റെയിൽവേ ടിക്കറ്റ് എടുക്കാതെ പലരും ട്രെയിനിൽ കയറാറുണ്ട്. അതുകൊണ്ട് നാളെ ടിക്കറ്റ് കൗണ്ടർ വേണമെന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് നാളെ മുതൽ ടിക്കറ്റ് കൗണ്ടർ വേണ്ട എന്ന് പറയുന്നത് എന്താർത്ഥമാണുള്ളത്? അപ്പോ തെറ്റ് അല്ലെങ്കിൽ ഒരു അമ്പലത്തിനെ സംബന്ധിച്ച് വിശ്വാസ ലംഘനം നടത്തുമെന്ന് പറഞ്ഞ് അത് സ്വാഭാവിക പ്രക്രിയയാക്കേണ്ട കാര്യമില്ല. 91-ന് മുമ്പും 1-2 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് 91-ന് വിജയമുണ്ടായത്. അതുകൊണ്ട് രേഷ്മ അടക്കമുള്ളവർ പിൻവാങ്ങണം. വിശ്വാസികളുടെ വികാരങ്ങളെ ഉൾപ്പെടുത്തരുത്. ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങളാണ് വഴികളിൽ നിന്നെങ്കിലും പ്രതിഷേധിച്ചത്. ശബരിമലയെ ശക്തമായി രക്ഷിക്കാൻ മുമ്പോട്ട് വന്നത്. പ്രധാനമന്ത്രി കൂടി നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ രേഷ്മ അടക്കമുള്ളവർ പമ്പാഗണപതി ക്ഷേത്രത്തിൽ തൊഴുത് തിരിച്ചു മടങ്ങണമെന്നുള്ളതാണ് അഭ്യർത്ഥന. അവരുടെ വ്രതത്തെ ബഹുമാനിക്കുന്നു, അവരാകുന്ന ഭാവി മാളികപ്പുറങ്ങളെ ബഹുമാനിക്കുന്നു. പക്ഷെ പമ്പാഗണപതി ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുത് മടങ്ങണമെന്നാണ് അവരോട് താഴ്മയായി അഭ്യർത്ഥിക്കാനുള്ളത്. ശരി, നന്ദി രാഹുൽ ഈശ്വർ പ്രതികരിച്ചതിന്. നീലിമലയിൽ നിന്ന് MS അനീഷ് കുമാർ ചേരുകയാണ് ഒരിക്കൽ കൂടി. അനീഷ്, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? പ്രതിഷേധക്കാരുടെ എണ്ണം കൂടി വരികയാണ്. നിലപാടിൽ നിന്ന് പിന്നോക്കം പോയിട്ടുണ്ടോ യുവതികൾ ഇതിനോടകം? ശബരിമല ദർശനത്തിനെത്തിയ 2 യുവതികളെയാണ് നീലിമലയിൽ തടഞ്ഞിരിക്കുന്നത്. കണ്ണൂർ സ്വദേശികളായ രേഷ്മ, ഷാനില എന്നിവരെയാണ് തടഞ്ഞത്. ഇന്നലെ പമ്പയിൽ എത്തിച്ചേർന്ന ഇവർ പുലർച്ചെ 4:30യോടെയാണ് ദർശനത്തിനായി പുറപ്പെട്ടത്. പക്ഷേ നീലിമലയിൽ വെച്ച് പ്രതിഷേധക്കാർ ഇവരെ തടയുകയായിരുന്നു. നാമജപങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്. യുവതികളെ തടഞ്ഞ 5 പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ദർശനം നടത്തി മടങ്ങുന്ന ഓരോരുത്തരും അവിടെ കൂടിച്ചേർന്നുകൊണ്ട് പ്രതിഷേധങ്ങൾ ശക്തമാക്കുകയാണ്. പ്രതിഷേധങ്ങളെ തുടർന്ന് മല കയറാൻ യുവതികൾക്ക് സുരക്ഷ ഒരുക്കാൻ കഴിയില്ല, മുന്നോട്ട് പോകാൻ അനുമതി നൽകാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പോലീസ് ഇതിനോടകം. പക്ഷേ എത്രത്തോളം പ്രതിഷേധമുണ്ടായാലും മുന്നോട്ട് പോകും എന്ന് യുവതികൾ ആവർത്തിക്കുന്നു. 100 ദിവസമായി തങ്ങൾ വ്രതം നോറ്റ് തയ്യാറെടുത്തിരിക്കുകയാണ്. സാധാരണ വിശ്വാസികളെ പോലെ തന്നെ അയ്യപ്പനിൽ വിശ്വസിച്ചുകൊണ്ടാണ് തങ്ങൾ ദർശനത്തിനായി എത്തിയത്. അതുകൊണ്ട് ദർശനം നടത്താതെ മടങ്ങില്ല എന്ന നിലപാടാണ് യുവതികൾക്കുള്ളത്. സന്നിധാനത്ത് നിന്ന് കിരൺ ബാബു ചേരുകയാണ് ഒരിക്കൽ കൂടി. കിരൺ, ഇപ്പോൾ പ്രതിഷേധങ്ങളുടെ ആക്കം ശക്തി കൂടുകയാണ്. നീലിമലയിൽ വീണ്ടും ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു പോലീസ്. ഇതിനോടകം തന്നെ പിരിഞ്ഞു പോകണം, യുവതികൾ തിരിച്ചു പോകണമെന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. സന്നിധാനത്ത് ദർശനം സാധാരണ രീതിയിൽ തന്നെ നടക്കുന്നു. പ്രതിഷേധങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള അലയൊലി അവിടെ കാണാൻ കഴിയുന്നുണ്ടോ? ദിവ്യ, സന്നിധാനത്തെ എല്ലാം സാധാരണ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്.
ഭക്തരെത്തുന്നുണ്ട്, അവർ ദർശനം നടത്തുന്നുണ്ട്, അവർ മറ്റു പൂജകളിലേക്കും ചടങ്ങുകളിലേക്കും എല്ലാം പോകുന്നുണ്ട്. സന്നിധാനത്ത് പ്രത്യക്ഷമായി ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം എവിടെയും കാണാനില്ല. പ്രതിഷേധക്കാരെയും എവിടെയും കാണാനില്ല. നേരത്തെ ഈ വാർത്ത അറിഞ്ഞ സമയത്ത് തന്നെ പോലീസിന്റെ ഒരു ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു. പോലീസുകാർ ആ ജാഗ്രത പാലിക്കുന്നുണ്ട്. മകരജ്യോതിക്ക് വേണ്ടി എത്തിയ പോലീസുകാർ മടങ്ങിപ്പോയിട്ടില്ല. അവർക്കെല്ലാം 20-ാം തീയതി വരെ ഡ്യൂട്ടി നീക്കി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് ഏത് സാഹചര്യവും നേരിടാൻ ആവശ്യമായ പോലീസുകാർ ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രയാസമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ പോലീസ് അനുഭവിക്കുന്നില്ല. ആവശ്യത്തിലുള്ള പോലീസുകാർ സന്നിധാനത്തുണ്ട്. ഈ ഇടയ്ക്ക് പ്രധാനമായി സന്നിധാനത്ത് ഇങ്ങനെ സ്ത്രീകൾ സന്നിധാനത്തേക്ക് എത്തിയാൽ പ്രതിഷേധമുയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം വലിയ നടപ്പന്തലിന് മുന്നിലാണ്. വലിയ നടപ്പന്തലിന് മുന്നിൽ ഒരു 10-ൽ താഴെയുള്ള പ്രവർത്തകർ അവിടെ ഇവിടെയുമായി കൂടി നിന്നിരുന്നു. ആ കൂടി നിന്നവർ തന്നെ പോലീസിന്റെ സാന്നിധ്യം അവിടേക്ക് നീങ്ങിയപ്പോൾ തന്നെ അവരും അവിടെ നിന്ന് മാറി. പക്ഷെ പ്രതിഷേധക്കാർ ഈ സന്നിധാനത്തുണ്ട്. സന്നിധാനത്ത് പ്രതിഷേധക്കാരുടെ സാന്നിധ്യം ഉണ്ട് എന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന മുൻ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇത് വളരെയേറെ കുറഞ്ഞു എന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് വിവരമുണ്ട്. ഇന്നലെ സാധാരണഗതിയിൽ പ്രതിഷേധക്കാർ രാത്രിയിൽ ഹരിവരാസിന് തൊട്ടു മുമ്പായി നാമജപം നടത്താറുണ്ട്. അവർ ഒരു സ്ഥലത്ത് സ്ഥിരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് തമ്പടിക്കുന്നത്. ആ ഒരു സ്ഥലത്ത് തമ്പടിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ ഓഫീസിന് ഏകദേശം മുന്നിലായുള്ള ഒരു സ്ഥലത്താണ് തമ്പടിക്കുന്നത്. ആ സ്ഥലത്ത് തമ്പടിച്ചുകൊണ്ട് നാമജപം നടത്താറുണ്ട്. ഈ സമയത്ത് അതാത് ദിവസങ്ങളിൽ എത്തുന്ന ഭക്തരും ഈ നാമജപക്കാരുടെ ഒപ്പം ചേരാറുണ്ട്. ഇന്നലെ ഈ നാമജപക്കാർക്കൊപ്പം ആകെ 100-ൽ താഴെ അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ എത്തിയ ഭക്തരും നാമജപക്കാരും അടക്കം 100-ൽ താഴെ അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരെന്തായാലും ഇവിടെ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പലരും ഈ പ്രതിഷേധക്കാർ വിവിധ കടകളിലടക്കം ജീവനക്കാരായ അടക്കം പ്രതിഷേധക്കാർ ഉണ്ടായെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം. അവരെല്ലാം വന്നിട്ടുണ്ട്. ഇവരെവിടെങ്കിലും ഒരു സ്ഥലത്ത് തമ്പടിച്ചിട്ടില്ല, ഏതെങ്കിലും സ്ഥലത്ത് കൂടിച്ചേർന്നിട്ടില്ല. സന്നിധാനത്തേക്ക് യുവതികൾ എത്തിയാൽ പെട്ടെന്ന് തന്നെ കൂടിച്ചേരാനുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട്. അങ്ങനെ ഒരു കൂടിച്ചേരൽ ഉണ്ടാവുമെന്നും പോലീസ് പ്രതീക്ഷിക്കുന്നു. എന്നാൽ മുൻ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള ഒരു വലിയ പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ അത്തരം ഒരു എണ്ണത്തിൽ കൂടുതൽ അവരില്ല എന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ പോലീസ് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സന്നിധാനത്തേക്ക്. അതോടൊപ്പം തന്നെ പോലീസ് അനൗദ്യോഗികമായി നൽകുന്ന മറ്റൊരു വിവരം, സന്നിധാനത്തേക്ക് ഇപ്പോൾ എത്തിയ യുവതികൾ എത്താനുള്ള സാധ്യത, അവരെ കൊണ്ടുവരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് അനൗദ്യോഗികമായി അവർ നൽകുന്ന വിവരം. ശരി, തിരിച്ചെത്താം. കിരൺ, ഇപ്പോൾ എ റഹീം ചേരുകയാണ്. എ റഹീം, നേരത്തെ പലപ്പോഴായി യുവതികൾ ദർശനം നടത്താൻ എത്തിയപ്പോഴെല്ലാം പോലീസ് സുരക്ഷ നൽകാമെന്നുള്ള ഒരു നിലപാടിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് പോലീസ് മുതിരുന്നില്ല. ഇത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് യുവതികൾ ഉന്നയിക്കുന്നത്. ഒരിക്കൽ ദർശനം അവിടെ സാധ്യമായിരിക്കുന്നു, പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ട് പോലീസ് ഈ ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നത് എന്ന ചോദ്യമാണ് അവരുടേത്. പോലീസിന് മൃദു സമീപനവും അല്ലാതെ ഹാർഡായ സമീപനമൊന്നും പോലീസിനുണ്ട്. പോലീസിനുള്ളത് അവിടുത്തെ വളരെ ടാക്ടിക്കലായിട്ട് പോലീസ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയാണ്. പോലീസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരൊറ്റ ലക്ഷ്യമാണുള്ളത്. പോലീസിന്റെ ലക്ഷ്യമായി നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കില്ല. സർക്കാരിന്റെ പോളിസി വളരെ കൃത്യമാണല്ലോ. അവിടെ ഒരു ഫോഴ്സ് പ്രയോഗിക്കാൻ പോലീസ് തയ്യാറല്ല, ഫോഴ്സ് പ്രയോഗിക്കുകയുമില്ല. അങ്ങനെ ഒരു വർഷത്തെ ഒരു കൂട്ടം പേർ നിൽക്കുന്നു എന്നൊക്കെയാണ് നിങ്ങളിപ്പോ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഏതെങ്കിലും ആൾക്കാർ നിൽക്കുകയാണെങ്കിൽ അവർ നിന്നിട്ട് പോകും എന്നല്ലാതെ പോലീസ് ഒരിക്കലും വളരെ അവധാനതയോടെയാണല്ലോ ആദ്യം മുതൽ അവസാനം വരെ ഇതുവരെയും. ആയിരിക്കാം റഹീം. പക്ഷേ ഇതില് രേഷ്മയും ഷാനിലയും ആദ്യം പറയുന്നത് നീലിമല വരെ എത്തിച്ചേർന്നപ്പോൾ 5-10 പ്രതിഷേധക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പല സാഹചര്യങ്ങളിലും പോലീസ് തന്നെ തങ്ങളെ തടഞ്ഞു നിർത്തുന്നു, മുന്നോട്ട് പോകണ്ട എന്ന വാക്കുകൾ പോലീസുകാരിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നാണ് റഹീം യുവതികൾ പ്രതികരിച്ചത്. റഹീം, അത് പോലീസിൽ കിട്ടുന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളൊന്നും തന്നെ ഈ പറയുന്ന രണ്ടുപേർക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് കിട്ടത്തില്ലല്ലോ, എനിക്ക് കിട്ടത്തില്ലല്ലോ. പോലീസ് പോകണ്ടെന്ന് പറയുന്നത് അവിടെ മുന്നിലോട്ട് വരുന്ന റിപ്പോർട്ട് പോലീസിന് മുമ്പിലാണ്. അപ്പോൾ ഈ വരുന്നവരുടെ ജീവന്, അതോടൊപ്പം തന്നെ അവിടെ വരുന്ന ബാക്കിയുള്ള ഭക്തരുടെ ജീവന് ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, പോലീസ് ഉണ്ട്. പക്ഷേ നേരത്തെ പലരും ദർശനത്തിനെത്തിയപ്പോൾ ബാരിക്കേഡുകളടക്കം തീർത്ത് വലിയ നടപ്പന്തൽ വരെ എത്തിച്ച പോലീസാണ് ഇപ്പോൾ ഈ സമീപനം എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ഏത് ലോകത്താണ് സംസാരിക്കുന്നത്? അവിടെ ഒന്നിലധികം 2 കനകദുർഗ ബിന്ദു, പിന്നെ അതിനുശേഷം ശ്രീലങ്കൻ യുവതി, അതിനുശേഷം കൊല്ലത്തെ മഞ്ജു, ഇതെല്ലാം കയറി കഴിയുന്നതിന് ശേഷമാണ് നിങ്ങളതൊക്കെ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. ഇതൊക്കെ അവിടെ നടന്നു. അവിടെ യുവതികൾ കയറി, തടയുന്നവരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, അവിടെ യുവതികൾ കയറിയതിനു ശേഷം ആചാരത്തെ സംബന്ധിച്ച് അന്തിമമായ അഭിപ്രായം പറയേണ്ട തന്ത്രിയാണല്ലോ ആചാരത്തെ സംബന്ധിച്ച് അന്തിമമായ അഭിപ്രായം പറയേണ്ടത്. BJPയുടെ തന്നെ ദർശനതാണല്ലോ. BJP നേതാക്കളെ തടയാൻ നിൽക്കുന്നവരല്ലോ. ആ തന്ത്രി യുവതികൾ കയറിയതിനെ തുടർന്ന് അവിടെ നടയടച്ചു. അതിനുശേഷം സെക്രട്ടറി നടത്തി നട തുറന്നു.
അവിടെ ഒരു പ്രയാസവും ആചാരത്തിന് അഭിപ്രായം പറയേണ്ട തന്ത്രി പിന്നീട് പ്രകടിപ്പിച്ചതായി നമ്മളാരും കണ്ടില്ല. ആചാരം ഉറവോടെ നടക്കുകയാണ്, മറ്റെല്ലാ ആചാരങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും നടക്കുകയാണ്, അനുഷ്ഠാനങ്ങൾ തുടർന്നു വരികയാണ്. പക്ഷേ ഇപ്പോഴത്തെ ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന പ്രശ്നങ്ങളെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം പോലീസിന്റെ നിലപാട്. പക്ഷെ അപ്പോഴും ഒരിക്കൽ അവിടെ യുവതീ ദർശനം സാധ്യമായിട്ടും ഇപ്പോഴും തുടരുന്ന ഈ പ്രതിഷേധങ്ങളെ എങ്ങനെ കാണുന്നു? ആ പ്രതിഷേധങ്ങളെ മൗഢ്യമായി കാണുന്നു. ഇതിപ്പോഴും പ്രതിഷേധിക്കുന്നവരെല്ലാം ഭാവിയിലൊരു കാലത്ത് ഇതെല്ലാം കാലം ഒരുപാട് മുൻപോട്ടാണല്ലോ പോകുന്നത്. തലമുറകൾ മാറി വരുമല്ലോ. അന്നെല്ലാം ഒരുപാട് പേർ യഥേഷ്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നടത്തുന്ന ഒരു കാലത്ത് ഈ കാലഘട്ടത്തെ ഈ ദിവസങ്ങളെയെല്ലാം കുറിച്ചോർത്ത് അവർ വല്ലാതെ ഈ തടയാൻ നിൽക്കുന്നവരെ ഓർത്ത് വല്ലാതെ സഹകരിച്ചു എനിക്ക് പറയാനുള്ളത്. ശരി, നന്ദി എ റഹീം പ്രതികരിച്ചതിന്. നീലിമലയിൽ നിന്ന് MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടത്തെ അവിടെ കാണാം. പോലീസ് കൂടി നിൽക്കുന്നു, പ്രതിഷേധക്കാർ അവരുമായി സംസാരിക്കുന്നു. ഏത് രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ? ഏത് നിമിഷവും ഇവരെ താഴേക്ക് നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം ഇവരെ ഇവിടെ നീക്കും എന്ന സൂചനകൾ തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. വനിതാ പോലീസുകാരുടെ കൂടുതൽ സുരക്ഷ ആവശ്യപ്പെടുന്നുണ്ട്. വനിതാ പോലീസുകാർ ഇവിടേക്ക് എത്തിയ ശേഷം ഉടൻ തന്നെ ഇവിടെ നിന്നും ഇവരെ താഴേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പോലീസിന്റെ നടപടികൾ ആരംഭിക്കും. അതായത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ക്രമസമാധാന നില പരിഗണിച്ച് ഇവരെ നീക്കം ചെയ്യാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ ഇവരെ നീക്കം ചെയ്യും. ഇതിനായുള്ള വനിതാ പോലീസുകാർ പ്രത്യേകം ബോഡി പ്രൊട്ടക്ടർ അടക്കം ധരിച്ച് എത്തിയിരിക്കുന്നു. താഴെ വാഹനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന സൂചനകൾ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉടൻ നടപടികളിലേക്ക് പോലീസ് തുടക്കം. ഇവിടുത്തെ ക്രമസമാധാന നില പാലിക്കേണ്ടത്, അത് ശ്രദ്ധിക്കേണ്ടത് പോലീസിന്റെ കടമയാണ്. അത്തരം ഒരു കടമ നിർവഹിക്കുന്നതിലേക്ക് അവർ ഉടൻ നീങ്ങും എന്ന സൂചനകൾ തന്നെയാണ്. അവരെ നീക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകാൻ കഴിയുന്നത്. ഇവരെ ഇവിടെ നിന്നും പോലീസ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. തിരിച്ചു പോകാം എന്ന് തീരുമാനിച്ചോ യുവതികൾ? യുവതികളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. അവർ തിരിച്ചു പോകില്ല എന്നാണ് നമ്മളോട് അവസാനം സംസാരിച്ചപ്പോഴും പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു നിലപാട് അവരെ നീക്കം ചെയ്യുകയാണ്. തിരിച്ചു പോകാൻ സന്നദ്ധമല്ല എന്ന് അറിയിച്ചിരുന്നെങ്കിലും പോലീസ് ബലം പ്രയോഗിച്ച് അവരെ സ്ഥലത്ത് നീക്കം ചെയ്യുന്ന കാഴ്ചകൾ പമ്പയിലേക്ക് അവരെ കൊണ്ടുപോകുന്നു എന്നുള്ളതിൽ എല്ലാ ഘട്ടത്തിലും തിരിച്ചു പോകാൻ തയ്യാറെന്ന എന്ന സന്ദേശം തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചതെന്ന്. അനീഷ്, വലിയ ബഹളം കേൾക്കാം, വിളികളുണ്ട്, ആക്രോശങ്ങളുണ്ട്. അവർ തിരിച്ചു പോകാൻ പോലീസ് അവരെ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവരുമായി പമ്പയിലേക്ക് പോകുന്നതാണ്. പ്രതിഷേധങ്ങളെ തുടർന്ന് യുവതികൾ തിരിച്ചു പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അനീഷ്, തുടരാം. ചില സാങ്കേതിക തടസ്സങ്ങൾ. ദർശനത്തിനായി എത്തിയ കണ്ണൂർ സ്വദേശി രേഷ്മയും ഷാനിലയുമാണ് ഇപ്പോൾ ദർശനം നടത്താൻ കഴിയാതെ തിരിച്ചിറങ്ങുന്നത്. രണ്ട് യുവതികളെയും പോലീസ് പ്രതിഷേധങ്ങളെ തുടർന്ന് നീക്കം ചെയ്യുകയാണ്. പക്ഷെ പോകാൻ ഒരുക്കമല്ല എന്ന നിലപാടിൽ തന്നെയാണ് രേഷ്മയും ഷാനിലയും ഉണ്ടായിരുന്നത്. പക്ഷേ പ്രതിഷേധങ്ങളെ തുടർന്ന് തങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ കഴിയില്ല എന്ന് പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തിരിച്ചു പോകണം, പമ്പയിലേക്ക് തിരിച്ചു പോകണം എന്ന് പോലീസ് വ്യക്തമാക്കുകയായിരുന്നു. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഇവർ തിരിച്ചിറങ്ങി തുടങ്ങിയോ? അവരുടെ ദിവസം ആദ്യമായി നിരീക്ഷിച്ചാൽ അവർ താഴേക്കും മടങ്ങാൻ കഴിയുമ്പോൾ നീലിമലയിൽ നിന്നും താഴേക്ക് മടങ്ങിയിരിക്കുന്നു. പമ്പയുടെ അടിവാരത്തേക്ക് പമ്പയുടെയും സന്നിധാനത്തിന്റെയും പ്രവേശന കവാടത്തിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം പ്രത്യേകമായി പോലീസ് വാഹനം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ വാഹനത്തിൽ കയറ്റി ഇവിടെ കൊണ്ടുപോകും. എത്തിച്ചേർന്നു. ഇതിനുശേഷമാണ് സ്ഥലത്ത് നീക്കം ചെയ്ത നടപടികൾ പോലീസിന്റെ ഭാഗത്തുണ്ടായത്. സ്ഥലത്ത് പോലീസ് വലയമാണ്. ഒരു വശത്ത് പ്രതിഷേധക്കാർ ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നു. അവർ മുദ്രാവാക്യങ്ങളും ചലനങ്ങളുമായി ഈ സ്ത്രീകളെ അത് അനുഗമിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രതിഷേധങ്ങൾക്കിടയിലും പോലീസ് വലിയൊരു ബന്ധുവത്ത് സുരക്ഷാ സന്നാഹം തന്നെ ഒരുക്കി ഇവരെ താഴെ കൊണ്ടുവരുന്നതായി പോലീസ് വാഹനങ്ങൾ. അനീഷ, ദൃശ്യങ്ങളിൽ കാണാം വനിതാ പോലീസുകാർ ചുറ്റും കൂടിക്കൊണ്ട് അവരെ പിടിച്ച് ഇറക്കുന്നതായാണ് മനസ്സിലാക്കേണ്ടത്.
യുവതികൾ അപ്പോഴും തിരിച്ചു പോകാൻ തയ്യാറായിരുന്നില്ല എന്നാണോ? തീർച്ചയായും ഒരു ഘട്ടത്തിലും തിരിച്ചു പോകാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് യുവതികൾ വ്യക്തമാക്കിയത്. തങ്ങൾക്ക് ഒറ്റ വ്യക്തിയും ശബരിമല ദർശനത്തിനെത്തിയ 2 യുവതികൾ പ്രതിഷേധങ്ങളെ തുടർന്ന് തിരിച്ചിറങ്ങുകയാണ്. പോലീസിന്റെ നിർബന്ധം മൂലമാണ് 2 യുവതികളെയും ഇപ്പോൾ പമ്പയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത്. ശക്തമായ പ്രതിഷേധമായിരുന്നു നീലിമലയിൽ ഇവർക്ക് നേരെ ഉണ്ടായത്. നാമജപങ്ങളുമായി ഓരോ മിനിറ്റിലും പ്രതിഷേധക്കാരുടെ എണ്ണം കൂടി വരുന്ന സ്ഥിതിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, സുരക്ഷ ഒരുക്കാൻ കഴിയില്ല എന്ന് പോലീസ് നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നിർബന്ധം മൂലമാണ് തങ്ങൾ തിരിച്ചിറങ്ങുന്നത് എന്നാണ് രേഷ്മയും ഷാനിലയും പ്രതികരിച്ചത്. അനീഷ് ചേരുകയാണ് ഒരിക്കൽ കൂടി. അനീഷ്, ഇവർ തിരിച്ചിറങ്ങാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനിടെ ഇവരുടെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമായിരുന്നു? തങ്ങൾക്ക് താല്പര്യമില്ല, തങ്ങൾ ദർശനം നടത്താൻ തന്നെയായിരുന്നു തീരുമാനം, ഇതിലിപ്പോൾ തിരിച്ചിറങ്ങുന്നത് പോലീസിന്റെ നിർബന്ധം മൂലമാണ് എന്നവർ പറയുന്നുണ്ടോ? തീർച്ചയായും ഏറ്റവും കൂടുതൽ, അതായത് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് അല്ലെങ്കിൽ സ്ഥലത്തും നീക്കം ചെയ്യുന്നതിന് ാണ് ഇവർ നമ്മളോട് പ്രതികരിച്ചത്. അവരുടെ നിലപാട് അപ്പോൾ പഴയ നിലപാടിൽ തന്നെയായിരുന്നു അവർ ഉറച്ചുന്നത്. ഒരു കാരണവശാലും സ്ഥലത്തൊന്നും മാറിയ ഒരു നിലപാടിൽ തന്നെയാണ്, ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മളുമായി സംസാരിച്ചത് തൊട്ട് പിന്നാലെയാണ് ഈ പോലീസ് സംഘം ഇവരെ ബലം പ്രയോഗിച്ച സ്ഥലത്തു നിന്നും നീക്കം ചെയ്തിരിക്കുന്ന 2 പോലീസ് വാഹനങ്ങളിലായാണ് ഇവരെ ഇവിടെ നിന്നും കൊണ്ടുപോയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പമ്പയിൽ നിന്നും ഒരുപക്ഷെ അവരെ നീക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എന്നാലും മണിക്കൂറുകൾ അനീഷ്, ഇവരെ ബലം പ്രയോഗിച്ച് തന്നെ പോലീസ് നീക്കുകയായിരുന്നു. തീർച്ചയായും ബലം പ്രയോഗിച്ച് തന്നെ പോലീസ് ഇവരെ സ്ഥലത്തു നിന്നും നീക്കം ചെയ്യുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ പലതവണ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയെങ്കിലും ഈ ഒത്തുതീർപ്പ് ചർച്ചകളോട് ഈ യുവതികൾ, സ്ത്രീകൾ പൂർണ്ണമായും സഹകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് പോലീസ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയത്. വനിതാ പോലീസുകാർ സ്ഥലത്തെത്തുകയും അവരെ കൂട്ടിക്കൊണ്ട് താഴേക്ക് പോരുകയുമായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് വാഹനത്തിൽ, പോലീസ് ജീപ്പിലേക്കാണ് ഇവരെ സ്ഥലത്തു നിന്നും കൊണ്ടുപോയത്. എന്നാൽ ഈ പോലീസ് വാഹനം തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പോലീസ് വാഹനത്തിന് നേരെ പരിക്കും മറ്റ് സാമഗ്രികളും എറിയുന്ന തരത്തിലേക്കും ഏറെ പണിപ്പെട്ടാണ് പോലീസ് ഈ പ്രതിഷേധക്കാർക്കിടയിൽ നിന്നും ഈ യുവതികളെ, സ്ത്രീകളെ മോഷിപ്പിച്ച് കൊണ്ടുപോയിരിക്കുന്നത്. 2 സ്ത്രീകൾ, രേഷ്മ നിശാന്തും ഷാനില സജേഷും ഒത്തുമെത്തിയ 2 മിഥുൻ അടക്കമുള്ള ആളുകളെയും പോലീസ് സ്ഥലത്തു നിന്നും ബലപ്രയോഗത്തിലൂടെ തന്നെ നീക്കം ചെയ്തിരിക്കുന്നു. പലതവണ ഇത്തരത്തിൽ യുവതികൾ ദർശനത്തിനെത്തിയപ്പോഴും പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോഴും പോലീസ് കഴിയുന്നത്ര സുരക്ഷ നൽകാനായിരുന്നു ശ്രമിച്ചിരുന്നത്. പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോൾ ഇവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവർ തിരിച്ചു പോകാമെന്ന നിലപാടിലേക്ക് എത്തുമ്പോൾ അവരെ മടക്കിക്കൊണ്ടുപോകുന്ന സ്ഥിതിയായിരുന്നു. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് പോലീസ് ഈ രീതിയിൽ 2 യുവതികളെയും ബലം പ്രയോഗിച്ച് തിരിച്ചു കൊണ്ടുപോവുക, തിരിച്ചിറക്കുക എന്ന നിലപാടിൽ എത്തിച്ചേർന്നത്? അതിലെ 2 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, ഇതുവരെ നടത്തിയ ശ്രമങ്ങളൊന്നും, അതായത് പോലീസിന്റെ സുരക്ഷ നൽകി നടത്തിയ ശ്രമങ്ങളൊന്നും വിജയം കണ്ടിട്ടില്ല. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയും പോലീസിന് അത് പേരുദോഷം സൃഷ്ടിക്കുകയുമാണ് ചെയ്തത്. പരമാവധി അവർക്ക് നടപ്പന്തൽ വരെ ആണ് പോകാൻ പറ്റിയത്. അതും രഹ്ന ഫാത്തിമയുമായി പോയപ്പോഴാണ് അവർക്ക് നടപ്പന്തൽ വരെ പോകാനെത്തിയത്. അവിടെ ചെന്ന ശേഷവും പോലീസിന്റെ തന്നെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ പ്രതിഷേധക്കാർ അനുവദിച്ചതുകൊണ്ട് മാത്രം തിരിച്ചു പോരാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇനിയും ബലം പ്രയോഗിച്ച് ആളുകളെ കൊണ്ടുപോയാൽ തിരിച്ച് ഇറക്കേണ്ടി വരും എന്ന ഒരു ധാരണ ഇവർക്കുണ്ടായിരുന്നു. നേരത്തെ കനകദുർഗടക്കമുള്ള ആളുകളെ കൊണ്ടുപോയപ്പോൾ അവർക്ക് മരക്കൂട്ടം വരെയേ പോകാൻ പറ്റുള്ളൂ. ചന്ദ്രാനന്ദ റോഡിൽ അവരുടെ ദൗത്യം ഉപേക്ഷിക്കേണ്ടി വന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ എത്ര ശ്രമിച്ചാലും ഇവരെ സന്നിധാനത്ത് എത്തിക്കാൻ കഴിയില്ല എന്ന കാര്യം പോലീസിന് ഉറപ്പായിരുന്നു. മകരവിളക്ക് കാലമാണ്, സന്നിധാനത്ത് വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്ന കാലമാണ്. ഒപ്പം നടയടയ്ക്കാൻ ഇനി വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ സന്നിധാനം സംഘർഷഭരിതമായൊരു ഇടമായി മാറ്റുന്നത് പോലീസിന് താല്പര്യമില്ല എന്ന് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഹൈക്കോടതി നിയോഗിച്ച മേൽനോട്ട സമിതി അടക്കം ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തിരക്കേറിയ ദിനങ്ങളിൽ 1-2 വ്യക്തികൾക്ക് മാത്രമായി
സുരക്ഷ നൽകി സന്നിധാനത്തേക്ക് എത്തിക്കുന്നത് വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും എന്നാണ് അവർ വ്യക്തമാക്കിയത്. ഇതിന്റെ ഒരു ചൂട് പിടിച്ചു തന്നെയാണ് ഇത്തരമൊരു നിലപാടിലേക്ക് പോലീസ് എത്തിയത്. ഏതാണ്ട് ഇവർ എത്തിയപ്പോൾ മുതൽ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു ഈ ആളുകളെ സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നതിൽ പോലീസിന് വലിയ താല്പര്യമില്ലെന്ന്. ഇന്നലെ മുംബൈയിൽ നിന്നെത്തിയ ട്രാൻസ്ജെൻഡറുകളുടെ കാര്യത്തിൽ പോലും തിരിച്ചറിയൽ കാർഡിൽ ഫീമെയിൽ എന്ന് രേഖപ്പെടുത്തിയ ട്രാൻസ്ജെൻഡറിനെ പോലും സന്നിധാനത്തേക്ക് പോകുന്നതിൽ ഈ പോലീസ് വലിയ താല്പര്യം പ്രകടിപ്പിച്ചില്ല. അതായത് അനിഷ്ടങ്ങൾ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ അനിഷ്ടങ്ങളിലേക്ക് നയിക്കപ്പെടുന്നതിലും സാഹചര്യം സൃഷ്ടിക്കുന്നു എന്ന കാര്യത്തിൽ പോലീസിന് ഒട്ടും താല്പര്യമില്ല എന്ന് ഇന്നലെ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചു തന്നെയാണ് ഇന്നും ആ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഇന്നും ആ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുമുള്ള താല്പര്യം ആദ്യഘട്ടം മുതൽ പ്രകടമല്ലായിരുന്നു. പുലർച്ചെ 4:00 സംഭവവാസങ്ങൾ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ കേവലം 5 പ്രതിഷേധക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവരെ പോലും അറസ്റ്റ് ചെയ്യുന്നതിന് 3/4 മണിക്കൂറോളം പോലീസ് വൈകി. ഇതിനുശേഷം പ്രതിഷേധക്കാർ പൂർണ്ണമായി മാറിയെങ്കിലും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു നീക്കങ്ങൾ കൈക്കൊണ്ടില്ല. ഇതിനും ശേഷം ഏതാണ്ട് 2 മണിക്കൂറോളം വീണ്ടും പോലീസ് ഒരു വശത്തും യുവതികൾ മറ്റൊരു വശത്തുമായി നിലയുറപ്പിച്ചു. ഇതിനും ശേഷമാണ് വീണ്ടും പ്രതിഷേധക്കാർ എത്തിയത്. പ്രതിഷേധക്കാർ ആദ്യഘട്ടത്തിൽ ഏറെ നേരം മുദ്രാവാക്യം വിളികളും ശരണം വിളികളും ഒക്കെ നടത്തുകയും ചെയ്തിരുന്നു. ആ സമയത്തും പോലീസ് അവിടെ കൂടിയ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിനോ അല്ലെങ്കിൽ ഭക്തരെ മാറ്റുന്നതിനോ ഉള്ളൊരു ശ്രമമുണ്ടായില്ല. ഈ യുവതികളും ഇത് തന്നെയാണ് ആരോപിക്കുന്നത്. കൂടുതൽ ഭക്തരെത്തുകയും തങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുക എന്നത് തന്നെയായിരുന്നു പോലീസിന്റെ ലക്ഷ്യമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ എന്നിട്ടും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ന്യൂസ് 18നോട് വ്യക്തമാക്കിയത്. ഈ പ്രതികരണം നൽകി അധിക നേരം ആവും മുമ്പ് തന്നെ ഇവരെ ബലം പ്രയോഗിച്ച് സ്ഥലത്തു നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപക്ഷെ പമ്പയിലേക്കായിരിക്കാം ഇവരെ കൊണ്ടുപോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പമ്പ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാൽ വീണ്ടും പ്രതിഷേധക്കാർ പമ്പ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഇടങ്ങളിലേക്ക് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കാവും ഇവരെ നീക്കുക. നേരത്തെ ഈ യുവതികൾ ഇത്തരത്തിലൊരു ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. തങ്ങൾക്ക് ഇത്തവണ സന്നിധാനത്തെത്തി ദർശനം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ വീട്ടിലേക്ക് എത്തിയാൽ പോലും ഈ പ്രതിഷേധങ്ങൾ ഇതേ രീതിയിൽ തുടരും. തങ്ങളുടെ സ്വാഭാവികമായ സാധാരണ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് പിന്നീട് ആവർത്തിക്കപ്പെടും എന്ന ഒരു ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ദർശനം നടത്തണമെന്ന് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം. എന്നാൽ അവരുടെ ആഗ്രഹം നടന്നില്ല. 102 ദിനം നീണ്ട നോമ്പുകൾക്കൊടുവിൽ വ്രതനിഷ്ഠകൾക്കൊടുവിൽ മാലയിട്ട് പൂജകളും മറ്റു കാര്യങ്ങളും നടത്തിയ 2 യുവതികൾക്കും ഇപ്പോൾ പമ്പയിൽ നിന്നും മടങ്ങേണ്ടി വന്നിരിക്കുന്നു. മനീതി സംഘത്തിനെ തുരത്തിയൊരുക്കിയാണ് ഭക്തരും പ്രതിഷേധക്കാരും ചെയ്തതെന്നും അത്രയും കടുത്ത പ്രതിഷേധം ഇവർക്ക് വരെ ഉണ്ടായില്ല. എന്നാൽ പോലീസ് വാഹനത്തിൽ പോകുമ്പോൾ ഈ പോലീസ് വാഹനത്തിന് നേരെ കരിക്ക് എറിയുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി. അക്ഷരാർത്ഥത്തിൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെങ്കിലും പിന്നീട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ഇപ്പോൾ സ്ത്രീകൾ പൂർണ്ണമായും ഇവിടെ നിന്ന് പോയിരിക്കുന്നു. പോലീസ് ഇവരുമായി പോയിരിക്കുന്നു. കൺട്രോൾ റൂമിന് സമീപം ഏതാനും ഭക്തർ നിൽക്കുന്നുണ്ട്. അവർക്കൂടി ഇനി പോകുന്നതോടുകൂടി സ്ഥിതിഗതികൾ പൂർണ്ണമായി ശാന്തമാവും. ഈ പമ്പയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളെ പമ്പ കൺട്രോൾ റൂമിന് സമീപം തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളെ പോലീസ് പൂർണ്ണമായും ഇവിടെ നിന്ന് പറഞ്ഞുവിടുന്നതും നമുക്ക് കാണാം. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമായിരിക്കുന്നു. അനീഷ്, ഈ 2 യുവതികളും തിരിച്ചു പമ്പയിൽ എത്തിച്ചേർന്നോ? ഈ പ്രതിഷേധക്കാരും ഇവരെ അനുഗമിക്കുന്നുണ്ടോ കൂടെ? ചോദ്യം ഒന്നുകൂടെ അനീഷ, നമുക്ക് ഇപ്പോഴും നാമജപങ്ങളെല്ലാം കേൾക്കാം. പ്രതിഷേധങ്ങൾ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ടോ? അതോ പ്രതിഷേധക്കാർ ഇവരെ തിരിച്ചിറങ്ങുമ്പോഴും ഇവരെ അനുഗമിക്കുകയാണോ? അതിന് പ്രതിഷേധക്കാർ പൂർണ്ണമായും ഈ പമ്പ കൊണ്ട് പ്രത്യേകിച്ചും കൺട്രോൾ റൂം ഗാർഡ് റൂം കൊണ്ട് അവസാനിച്ചിരുന്നു. അതിനുശേഷം പോലീസ് ഈ യുവതികളുമായി മുന്നോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് ഈ പെട്ടെന്ന് തടിച്ചുകൂടിയ ആളുകൾ സ്വാഭാവികമായി ഒന്ന് ഈ കൺട്രോൾ റൂമിന് സമീപം നിലയുറപ്പിക്കുന്നത് ഒഴിവാക്കിയാൽ മറ്റു ഗുരുതരമായ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നില്ല. ആളുകൾ സമാധാനപരമായി പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരെ എങ്ങോട്ടാണ് നീക്കിയതെന്നാണ് അറിയാനുള്ളത്. എന്തായാലും ഈ പമ്പയിൽ സ്റ്റേഷനിൽ തങ്ങിയാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും. കൂടുതൽ ആളുകളുടെ ശ്രദ്ധയിലേക്ക് വിടും. പ്രതിഷേധക്കാർ വീണ്ടും എത്തും എന്ന ഒരു കണക്കുകൂട്ടൽ പോലീസിനുള്ളതിനാൽ അവരെ മറ്റു സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും എന്ന സൂചനകൾ തന്നെയാണ് പോലീസിന് ലഭിക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട നാടകീയ സംഭവങ്ങൾക്കും സംഘർഷഭരിതമായ അന്തരീക്ഷത്തിനുമാണ്
ഇപ്പോൾ ആയുധ വന്നിരിക്കുന്നത്. സ്ഥിതിഗതികൾ വീണ്ടും വിധേയമായിരിക്കുന്നു. ശബരിമല സന്നിധാനത്തേക്കുള്ള ഭക്തരുടെ പ്രവാഹം പതിവ് പോലെ സാധാരണ രീതിയിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. മുദ്രാവാക്യം വിളികളും ശരണം വിളികളുമൊക്കെ, പ്രതിഷേധ ശരണം വിളികളുമൊക്കെ സാവധാനം കെട്ടടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇനി അവരെ എങ്ങോട്ട് കൊണ്ടുപോകും, എന്താണ് പോലീസിന്റെ അടുത്ത നീക്കം എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അനീഷ്, ഇവരെ ഇപ്പോൾ പോലീസ് വാഹനത്തിലാണോ കൊണ്ടുപോയിരിക്കുന്നത്, അതോ അവർ പമ്പയിൽ എത്തിച്ചേർന്നോ, അറിയോ? ഒരു പോലീസ് വാഹനത്തിലാണ്, പോലീസിന്റെ ജീപ്പിലാണ് ഇരുവരുമായി ഈ പോലീസ് സംഘം മുന്നോട്ട് പോയിരിക്കുന്നത്. യുവതികളോടൊപ്പം അവരോടൊപ്പം എത്തിയ 2 പുരുഷന്മാരും അവരെ അനുഗമിക്കുന്നുണ്ട്. അവരും ഈ പോലീസ് സംഘത്തിൽ ഉണ്ട്. നേരത്തെ ആവർത്തിച്ച് മണിക്കൂറുകൾ നീണ്ട ഒത്തുതീർപ്പ് ചർച്ചയാണ് പോലീസ് യുവതികളുമായി സ്ത്രീകളുമായി നടത്തിയത്. എന്നാൽ ഈ ചർച്ചകളിൽ നിന്നും ഒരു തീരുമാനമെടുത്ത് ചർച്ചകളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു പോകാൻ അവർ തയ്യാറായില്ല. അവർ വീണ്ടും സന്നിധാനത്തേക്ക് പോകണം, അയ്യപ്പ ദർശനം നടത്തണം. 103 ദിവസമായി നോമ്പ് നോറ്റ് മാലയണിഞ്ഞ് വ്രതം അനുഷ്ഠിച്ച് വരുന്നവരാണ്. തങ്ങൾക്ക് ശബരിമല ദർശനം കഴിയാതെ, അയ്യപ്പനെ ദർശിക്കാൻ കഴിയാതെ, മാല ഊരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആചാരപരമായി തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ലെങ്കിൽ, വ്യക്തിപരമായ നഷ്ടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ, കുടുംബത്തിൽ വിയോഗമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ മാല ഊരാൻ പാടില്ല എന്ന് ഈ യുവതികൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ മലകയറ്റമല്ലാതെ തങ്ങൾക്ക് മുന്നിൽ മറ്റു യാതൊരു വഴിയും ഇല്ല എന്നാണ് വ്യക്തമാക്കിയത്. എന്നാൽ ഇതിനൊക്കെ ഒടുവിൽ ഇപ്പോൾ അവർ അവരുടെ യാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ച് പമ്പയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ ഇനിയും മല കയറാൻ അനുമതി നൽകുമോ അല്ലെങ്കിൽ വീണ്ടും കയറ്റുമോ അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു ഉറപ്പ് കിട്ടിയോ എന്ന് നമുക്കിനിയും വ്യക്തമല്ല. ഒരുപക്ഷെ നേരത്തെ കനകദുർഗയ്ക്കും ബിന്ദുവിനുമൊക്കെ അത്തരമൊരു ഉറപ്പ് കൊടുത്തിട്ടാണ് പോലീസ് സ്ഥലത്തു നിന്നും നീക്കം ചെയ്തത്. പിന്നീട് പോലീസ് അവരുടെ വാക്ക് പാലിക്കുകയും അവരെ സുഗമമായി ആരും അറിയാതെ ഒരു സുഖകരമായ ദർശനം നൽകുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു ഒത്തുതീർപ്പ് ഇത്തവണ ഉണ്ടായോ എന്നറിയില്ല. കാരണം മറ്റൊരു കാര്യം, ഇത്തരത്തിലൊരു ഒത്തുതീർപ്പിനുള്ള സമയം ഇനി ഇല്ല. കാരണം 2-3 ദിനം മാത്രമാണ് മകരവിളക്ക് കാലം അവസാനിക്കാൻ, ഈ ശബരിമല സീസൺ അവസാനിക്കാൻ മുന്നിൽ അവശേഷിക്കുന്നത്. അതിനുശേഷം സുപ്രീം കോടതി യുവതീ പ്രവേശനത്തിനെതിരായി നേരത്തെ തന്നെ പുറപ്പെടുവിച്ച വിധിയിൽ ഒരു പുനഃപരിശോധന ഹർജിയിൽ തീരുമാനം എടുക്കും. അക്കാര്യത്തിൽ ഒരു ഹർജിയിൽ വീണ്ടും ഒരു തീരുമാനമുണ്ടായി. ഒരുപക്ഷെ വീണ്ടും യുവതീ പ്രവേശനം വിലക്കുകയാണെങ്കിൽ അനിശ്ചിതമായി തന്നെ ഇവർക്ക് മല കയറാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ട് ഇനി അവർക്കൊരു തിരിച്ചുകയറ്റം അല്ലെങ്കിൽ അയ്യപ്പ ദർശനം ഇനിയും പ്രാപ്തമാകുമോ എന്ന കാര്യത്തിൽ ഇനി തികഞ്ഞ അനിശ്ചിതത്വങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ യാതൊരു ഉറപ്പും പോലീസിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധക്കാർ വിജയിച്ചിരിക്കുന്നു, ഭക്തർ വിജയിച്ചിരിക്കുന്നു. ശബരിമലയിൽ പ്രവേശിക്കണമെന്ന ലക്ഷ്യവുമായി സന്നിധാനത്തെത്തിയ യുവതികൾ അവരുടെ ദർശന ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പമ്പയിൽ നിന്നും വീണ്ടും മടങ്ങേണ്ടി വന്നിരിക്കുന്നു. തുടർച്ചയായി പമ്പയിൽ നിന്നും അയ്യപ്പ ദർശനത്തിനായി എത്തിയ ശേഷം മടങ്ങിപ്പോകുന്ന ഭക്തരുടെ എണ്ണം, വനിതാ ഭക്തരുടെ എണ്ണം, യുവതികളുടെ എണ്ണം പിന്നെയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഏറ്റവും ശബരിമല ദർശനത്തിനെത്തിയ കണ്ണൂർ സ്വദേശികളായ രശ്മിയും ഷനിലയുമാണ് ദർശനം നടത്താൻ കഴിയാതെ പ്രതിഷേധങ്ങളെ തുടർന്ന് ഇപ്പോൾ തിരിച്ചിറങ്ങിയിരിക്കുന്നത്. ഇവർ ഇപ്പോൾ പമ്പ സ്റ്റേഷനിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ നിന്നും മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പോലീസ് മാറ്റിയേക്കുമെന്നും സൂചനകളുണ്ട്. ശക്തമായ പ്രതിഷേധമായിരുന്നു ഇവർക്ക് നേരെ നീലിമലയിൽ ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് പോലീസ് 2 യുവതികളെയും കൂടെയുണ്ടായിരുന്ന മറ്റ് പുരുഷന്മാരെയും അടക്കം ബലം പ്രയോഗിച്ച് തിരിച്ചിറക്കുന്ന സ്ഥിതിയുണ്ടായത്.